ഗുഡ് ഈവനിങ് ഓൾ. നമ്മുടെ വീക്ക്ലി റീചാർജ് സെഷൻ, ഈ ഒരു സെഷനിലേക്ക് വൺസ് അഗൈൻ വിത്ത് എ ഗ്രേറ്റ് ഗ്രാറ്റിറ്റ്യൂഡ് ഞാൻ എല്ലാവരെയും വെൽക്കം ചെയ്യാണ്. അതോടൊപ്പം തന്നെ ക്യാമറയിലൊക്കെ വരാൻ പറ്റുന്നവർ ക്യാമറയിലൊക്കെ വരാം. എനിക്കറിയാം ഒരു ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ചുള്ളൊരു സെഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വന്ന ആളുകൾ അല്ലേ. നമ്മുടെ ടോപ്പിക് എന്തായിരുന്നു? ടോപ്പിക് ഓർക്കുന്നില്ലേ നിങ്ങള്? എന്തായിരുന്നു ടോപ്പിക്? ഈ സെഷനിൽ ആദ്യമായിട്ട് ജോയിൻ ചെയ്യുന്നവരുണ്ടോ? ഞാൻ എപ്പോഴും ചോദിക്കുന്നതാണ്. ഫസ്റ്റ് ടൈം നിന്റെ സെഷനിൽ വരുന്നവരുണ്ടോ? റിപ്പീറ്റ് ആയിട്ട് ജോയിൻ ചെയ്തവർ തന്നെയാണ് ആരെങ്കിലും ഉണ്ടെങ്കിൽ? ഗുഡ് ഈവനിങ്. ആരെങ്കിലും ഫസ്റ്റ് ടൈം അറ്റൻഡ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സിൽ മീ എന്ന് അല്ലെങ്കിൽ ഐ എന്നൊന്ന് ടൈപ്പ് ചെയ്യാവോ? എസ് ഗ്രാറ്റിറ്റ്യൂഡ്. ഗ്രാറ്റിറ്റ്യൂഡ്. ഫസ്റ്റ് ടൈം അറ്റൻഡ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ഒന്ന് മീ എന്നൊന്ന് ടൈപ്പ് ചെയ്യാവോ? അപ്പൊ എനിക്ക് തോന്നുന്നു എന്റെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു അല്ലേ? മീ. ഓക്കെ. ഫസ്റ്റ് ടൈം ആണ്. എനി വൺ എൽസ്? ആരെങ്കിലും ഉണ്ടോ? വേറെ ആരെങ്കിലും ഉണ്ടോ ഫസ്റ്റ് ടൈം അറ്റൻഡ് ചെയ്യുന്നവര്? ഓക്കെ തന്നെ. ഓക്കെ, ഐ എം സോ ഗ്രേറ്റ്ഫുൾ ടു യു ഫോർ ഹാവിങ് ഹിയർ ഇൻ ദി സെഷൻ. അപ്പൊ നമുക്ക് സെഷനിലേക്ക് കടക്കാം. നമ്മള് ദ സയൻസ് ബിഹൈൻഡ് ഗ്രാറ്റിറ്റ്യൂഡ് അല്ലേ. ഈ സെഷൻ അറ്റൻഡ് ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വൺസ് അഗെയിൻ ഞാൻ റിമൈൻഡർ തരാണ്. സെഷന്റെ ലിങ്ക് കാര്യങ്ങൾ ആരിലേക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് അതിന്റെ കൂടെ തന്നെ ഷെയർ ചെയ്ത് കൊടുത്തോണ്ടിരിക്കുകയും ചെയ്യാം കേട്ടോ. ആരെങ്കിലും നിങ്ങൾ കാരണം ഒരാളെങ്കിലും ഒരു ചെറിയൊരു നോളേജ് എങ്കിലും ഒരാളിലേക്ക് എത്തുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കാനുള്ള ഒരു കാര്യം കൂടിയാണ് ഈ ഒരു സെഷനിൽ വെച്ചിട്ട്. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ഇന്നത്തെ സെഷനിൽ വെച്ചിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഞാനൊരു റൈറ്റപ്പ് നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഗ്രൂപ്പിൽ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഗ്രൂപ്പിന്റെ ഖദീജ ഇവിടെ ഉണ്ടോ? ഖദീജ, യെസ് മാം. ഒരുപക്ഷെ ഗ്രൂപ്പിൽ നിന്ന് ലിങ്ക് കിട്ടി വന്നവരും ഉണ്ടാവും, ഗ്രൂപ്പിന്റെ പുറമേ നിന്ന് ലിങ്ക് കിട്ടി വന്നവരൊക്കെ ഉണ്ടാവും. അപ്പൊ ഗ്രൂപ്പിലേക്ക് ആർക്കെങ്കിലും വരണമെന്ന് ഇതേപോലത്തെ ഫ്രീ സെഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യണം, നമ്മുടെ പ്രോഗ്രാമിനെ കുറിച്ചൊക്കെ അറിയണം എന്ന് ആഗ്രഹമുള്ളവർക്ക് ഒരു സ്പെഷ്യൽ അനൗൺസ്മെന്റ് ഉണ്ട്. സെഷൻ വെച്ചിട്ട് ഒരു സ്പെഷ്യൽ അനൗൺസ്മെന്റ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും സ്റ്റേ ഹിയർ വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ്. അപ്പോൾ ഈ ഗ്രൂപ്പിലേക്ക് ഇനിയും ജോയിൻ ചെയ്യാനുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പിന്റെ ലിങ്ക് ഒന്ന് ഖദീജ ഇവിടെ ഷെയർ ചെയ്ത് കൊടുക്കുക. ആർക്കെങ്കിലും ഗ്രൂപ്പിലേക്ക് നമ്മുടെ ഗ്രൂപ്പിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ. ഓക്കെ. അപ്പൊ ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്രാറ്റിറ്റ്യൂഡ് താങ്ക് യു അല്ലെങ്കിൽ നന്ദി, ഇനി അതല്ലെങ്കിൽ അൽഹംദുലില്ല എന്നൊക്കെ പറയുന്ന വാക്ക് അത് വെറും ഒരു വാക്കല്ല. അത് പറയാത്തവരും ഉണ്ടാവില്ല. പക്ഷെ അതിന്റെ പിന്നിലുള്ള ഒരു സീക്രട്ട് അല്ലെങ്കിൽ അത് സയന്റിഫിക്കലി അതെങ്ങനെ വർക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ സ്പിരിച്വലി അതെങ്ങനെ വർക്ക് ചെയ്യുന്നു, അതിന്റെ പിന്നിലുള്ള ഒരു രഹസ്യം എന്താണ്? ഈ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ വാട്ട് ഹാപ്പൻസ് ഇൻ അവർ ബോഡി. ഇപ്പൊ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോൾ താങ്ക് യു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ? അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ ആണ് നമുക്കിത് മനസ്സിലാക്കാൻ പോകാനുള്ളത്. അപ്പൊ നന്ദി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് ജസ്റ്റ് ഒരു താങ്ക് യു എന്ന് പറയുന്ന രണ്ട് വാക്കോ അൽഹംദുലില്ല എന്ന് പറയുന്നതോ അല്ലെങ്കിൽ നന്ദി എന്ന് പറയുന്നതോ അതിന്റെ അപ്പുറത്തേക്ക് അത് പറയുന്ന സമയത്ത് നമ്മുടെ അറ്റൻഷൻ അല്ലെ, നമ്മുടെ ശ്രദ്ധയിൽ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ? നമ്മള് നമ്മുടെ ഇന്റർപ്രിട്ടേഷൻസ് ഉണ്ടല്ലോ, നമ്മൾ കാര്യങ്ങൾ നോക്കിക്കാണുന്ന നമ്മുടെ പെർസ്പെക്റ്റീവ് എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ, അതേപോലെ തന്നെ നമ്മുടെ ആറ്റിറ്റ്യൂഡ്, ബിഹേവിയർ, ഇതിലൊക്കെ ചെറിയ രീതിയിലെങ്കിലും എന്തെങ്കിലും ഒരു മാറ്റം വരുത്തുന്ന ഒരു പ്രാക്ടീസ് ആണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന ഒരു കോർ ഐഡിയ. അതാണ് ദ സയൻസ് ബിഹൈൻഡ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞിട്ട്. ഹൗ ഇറ്റ് വർക്ക്സ് അല്ലെങ്കിൽ അത് നമ്മുടെ മനസ്സിനെ അല്ലെങ്കിൽ നമ്മുടെ ചിന്തകളെ, നമ്മുടെ റിലേഷൻഷിപ്പ്, ഇന്റേണലി നോക്കുമ്പോൾ നമ്മുടെ ചിന്തകളൊക്കെയാണ്, പക്ഷെ എക്സ്റ്റേണലി നോക്കുമ്പോൾ അത് റിഫ്ലക്ട് ചെയ്യുന്നത് നമ്മുടെ റിലേഷൻഷിപ്പ്, നമ്മുടെ ലൈഫ് എക്സ്പീരിയൻസ്, ഇതിനൊക്കെ എന്തെങ്കിലും ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ള ഒരു അവയർനെസ്സും ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പൊ ചെറിയൊരു ചോദ്യം ഞാൻ ചോദിക്കാണ്. നിങ്ങളുടെ ലൈഫിൽ ഇപ്പോ നിങ്ങൾക്ക് ഇല്ലാന്ന് തോന്നുന്ന അല്ലെ, എനിക്ക് ഇല്ല എന്ന് തോന്നുന്ന, നിങ്ങൾക്ക് ഇല്ലാന്ന് തോന്നുന്ന മൂന്ന് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സിൽ പറയാൻ പറ്റുമോ? നിങ്ങൾക്ക് ഇല്ലാന്ന് തോന്നുന്ന മൂന്ന് കാര്യങ്ങൾ. പറ്റുന്നവരൊക്കെ ഇതിപ്പോ ഹാസിഫ വന്ന പോലെ ക്യാമറയിൽ വരും കേട്ടോ. ക്യാമറയിൽ വരുമ്പോൾ നിങ്ങളുടെ അറ്റൻഷൻ കുറച്ചുകൂടെ കൂടും, നിങ്ങളുടെ അവയർനെസ് കുറച്ചുകൂടെ കൂടും, നിങ്ങൾ കുറച്ചുകൂടെ നിങ്ങളെ തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ നിങ്ങളിലേക്ക് ഈ ഒരു അവയർനെസ്, നോളജ് ഒക്കെ നിങ്ങൾ എന്താ പറയാ, അത് ക്യാമറയിൽ വരുമ്പോൾ അതിന് ഡിഫറൻസ് ഒക്കെ ഫീൽ ചെയ്യും. പറ്റുന്നവരൊക്കെ ക്യാമറയിൽ വരാം. അപ്പൊ ഞാൻ ചോദിച്ച ചോദ്യം ഇതാണ്: എന്റെ ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഇല്ലാന്ന് തോന്നുന്ന മൂന്ന് കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക. ഇനി അതല്ലെങ്കിൽ ഒന്ന് ചാറ്റ് ബോക്സിൽ, താങ്ക് യു ഡിയർ സമീറ, അതേപോലെ തന്നെ താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ഇൻ ദ വീഡിയോ. അപ്പൊ ഒന്ന് ഇവിടെ ഒന്ന് ചാറ്റ് ബോക്സിൽ ഇടാൻ പറ്റുമോ? ഗുഡ്.
ഗോൾഡ്, മണി, ഹെൽത്ത് ഇതില്ല എന്ന് പറയുന്നുണ്ട് വൈസ. എനി വൺ എൽസ്, ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ? നിങ്ങൾക്ക് ഇല്ലാന്ന് തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ ടൈപ്പ് ചെയ്യാൻ പറ്റുമോ? ഇനി അതല്ലെങ്കിൽ നിങ്ങൾ ടൈപ്പ് ചെയ്യണം എന്ന് നിർബന്ധമില്ല, നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഒരു അവയർനെസ്സിൽ വെക്കുക. ഒരു 3 കാര്യങ്ങൾ കണ്ടെത്തുക, അത് നിർബന്ധമാണ്. നിങ്ങൾ ടൈപ്പ് ചെയ്യണതിൽ 3 കാര്യങ്ങൾ, നിങ്ങൾക്ക് ഇല്ലാന്ന് തോന്നുന്ന 3 കാര്യങ്ങൾ കണ്ടെത്തിയല്ലോ അല്ലേ? റെഡിയല്ലേ? റെഡിയാണ്. ഓക്കെ. ഇനി അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഇപ്പൊ ഉണ്ട് എന്ന് തോന്നുന്ന 3 കാര്യങ്ങൾ, അതും നിങ്ങൾക്ക് ഉണ്ട് എന്ന് തോന്നുന്ന 3 കാര്യങ്ങൾ അത് നിങ്ങൾക്ക് നോട്ട് ചെയ്യാൻ പറ്റിയല്ലോ. ഒരുപാട് കാര്യമുണ്ട്. ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ? അപ്പൊ ആ ഒരു ഡിഫറൻസിലേക്ക് എത്താൻ പറ്റിയിട്ടുണ്ട്. നമ്മുടെ ജേർണിയിലൂടെ ഒക്കെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ അതിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ. അപ്പൊ നമ്മുടെ ലൈഫിൽ എന്ത് ഉണ്ട് എന്നതിലുപരി നമ്മുടെ മൈൻഡ് എന്തിലാണ് ശ്രദ്ധ. അപ്പൊ നിങ്ങളിപ്പോ ഇതിനെ ഇത് കണ്ടെത്തുമ്പോൾ ഒരിക്കലും ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടൊന്നും ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചിട്ട് ഇല്ല എന്ന് പറയുമ്പോഴുള്ള ഫീലിങ്ങും ഉണ്ട് എന്ന് പറയുമ്പോഴുള്ള ഫീലിങ്ങും അത് എത്രത്തോളം ഇന്റൻസിറ്റി ഉണ്ട്. ഇല്ല എന്ന് പറയുമ്പോഴുള്ള ആ ഇമോഷന്റെ ഇന്റൻസിറ്റിയും ഉണ്ട് എന്ന് പറയുമ്പോഴുള്ള ഇമോഷന്റെ ഇന്റൻസിറ്റിയും നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ ഇവിടെ പറയണമെന്നില്ല. അത് നിങ്ങൾക്ക് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി ഏത് ഇമോഷന്റെ ഇന്റൻസിറ്റി ആണ് കൂടുതൽ എന്നും അവിടെ മൈൻഡ് എത്രത്തോളം ഏതിലാണ്. അപ്പൊ ഫായിസയ്ക്ക് പെട്ടെന്ന് ടൈപ്പ് ചെയ്തിടാൻ പറ്റി എനിക്കില്ലാത്ത സംഗതികൾ എന്ന് പറയുമ്പോൾ. അപ്പൊ അതിൽ എത്രത്തോളം അതിൽ മൈൻഡ് കുടുങ്ങി കിടക്കുന്നുണ്ട് എന്നുള്ളത് അവിടെ ആണ് ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഒരു സൈക്കോളജിക്കൽ പവർ. അപ്പൊ അവിടെ ഗ്രാറ്റിറ്റ്യൂഡ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രാറ്റിറ്റ്യൂഡ് എന്താണെന്നൊന്ന് പഠിപ്പിക്കാൻ മാത്രം എന്താ പറയാ അതിന്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് അറിയാം ഗ്രാറ്റിറ്റ്യൂഡ് എന്താന്നുള്ളത്. നമ്മൾ താങ്ക് യു പറയുന്ന നന്ദി അല്ലെങ്കിൽ എന്താ പറയാ ശുക്ർ എന്നൊക്കെ പറയാം അല്ലെ, ഗ്രേറ്റ്ഫുൾനെസ്. അപ്പൊ ആ ഒരു താങ്ക് യു ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ താങ്ക് യു എന്ന് പറയുന്നതിനേക്കാളും അവിടെ താങ്ക് യു പറയുമ്പോൾ അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന അവസ്ഥയിലായിരിക്കുമ്പോൾ ദാറ്റ് സ്റ്റേറ്റിലായിരിക്കുമ്പോൾ വേർഡ് പറയുന്നതിനേക്കാളും ഗ്രാറ്റിറ്റ്യൂഡ് സ്റ്റേറ്റിലായിരിക്കുന്ന സമയത്ത് നമുക്ക് ലഭിച്ചിരിക്കുന്ന വസ്തുക്കളെ അല്ലെങ്കിൽ അവസ്ഥകളെ, സാഹചര്യങ്ങളെ, നന്മകളെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്, തിരിച്ചറിയുന്നുണ്ട്. ഇപ്പൊ ഞാൻ 3 കാര്യങ്ങൾ പറയാൻ പറഞ്ഞപ്പോ ഒരു പക്ഷേ നിങ്ങൾക്ക് ചിലപ്പോ പലർക്കും ഒന്ന് ആലോചിക്കേണ്ടി ഞാനിപ്പോ എന്താ പറയാ അല്ലെ, ഞാനിപ്പോ എന്തിനാണ് ഹൈലൈറ്റ് ചെയ്ത് പറയാൻ, എന്നിട്ട് കൺഫ്യൂഷൻ വന്നിട്ടുണ്ടാകും. അപ്പൊ അവിടെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യലും അതിന്റെ വാല്യൂ മനസ്സിലാക്കുക എന്ന് പറയുമ്പോൾ നമുക്കിപ്പോ ഒരു വീടുണ്ടെങ്കിൽ ഒരു വീടുണ്ട് എന്നുള്ളത് തിരിച്ചറിയലും അതിന്റെ വാല്യൂ മനസ്സിലാക്കലും രണ്ടും രണ്ടാണ്. അത് ഗ്രാറ്റിറ്റ്യൂഡ് ഡിഫറെന്റ് റെലംസ് ആണ് അല്ലെ. അത് വീടുണ്ട് എന്നുള്ള തിരിച്ചറിയലും അതിന്റെ ഒരു വാല്യൂ മനസ്സിലാക്കലും എന്നിട്ട് അതിനോട് മൂന്നാമത്തെ ഒരു സ്റ്റേജിൽ അതിനോടുള്ള ഗ്രേറ്റ്ഫുൾനെസ് നമ്മൾ പ്രകടിപ്പിക്കുക എന്ന് പറയുമ്പോൾ യെസ് എനിക്ക് വീടുണ്ട് അൽഹംദുലില്ലാ എന്ന് പറയുന്നതും അവിടെ നമ്മളുടെ ഒരു ആക്ട് ഓഫ് എക്സ്പ്രഷൻ ഉണ്ടല്ലോ, നന്ദിയോട് കൂടുതലുള്ള നമ്മുടെ പ്രതികരണം. ആ വീട് എന്നുള്ളൊരു എക്സാമ്പിൾ മാത്രമായിട്ട് പറഞ്ഞാൽ നമ്മുടെ റിലേഷൻഷിപ്പ് ആവാം, മക്കളാവാം, ജോബ് ആവാം, നമുക്കുള്ള എന്തും ആവാം. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് ഗ്രാറ്റിറ്റ്യൂഡിൽ നമ്മൾ 3 കാര്യങ്ങൾ പ്രത്യേകിച്ച് അപ്പൊ സയൻസ് ബിഹൈൻഡ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ, സയൻസ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ ഇവിടെ 3 സംഗതികൾ നമ്മൾ ഗ്രേറ്റ്ഫുൾ ആകുമ്പോൾ നടക്കേണ്ട 3 സംഗതികളുണ്ട്. ഒന്ന്, ഞാനത് റെക്കഗ്നൈസ് ചെയ്യുന്നു, ഞാനത് നോട്ടീസ് ചെയ്യുന്നുണ്ട്, എന്താണ് എനിക്ക് ലഭിച്ചിട്ടുള്ളത് ഞാൻ തിരിച്ചറിയുന്നുണ്ട്. രണ്ടാമത്തത്, ഞാൻ അതിനെ അപ്രിഷിയേറ്റ് ചെയ്യുന്നുണ്ട്. ഞാനതിനെ ഇതൊക്കെ നിങ്ങളൊരു താങ്ക് യു എന്ന് പറയുമ്പോൾ ഇത് നടക്കുന്നുണ്ടോ എന്ന് നോക്കണം. നിങ്ങളൊരു വ്യക്തിയോട് ഒരു ഫേവർ തരുമ്പോൾ, നമുക്കൊരാളൊരു ഫേവർ ചെയ്തു തരുമ്പോൾ, ഒരു ഉപകാരം ചെയ്തു തരുമ്പോൾ നമ്മൾ ബൈ വേർഡ് താങ്ക് യു എന്ന് പറയും. പക്ഷെ ചില ഗ്രാറ്റിറ്റ്യൂഡൊക്കെ നമുക്ക് നമ്മുടെ ഹൃദയം കൊണ്ട് നമുക്ക് ഫീൽ ചെയ്യും. രണ്ടും ഉണ്ടാവാറുണ്ട്. പക്ഷെ രണ്ടും ഗ്രാറ്റിറ്റ്യൂഡ് തന്നെയാണ്. ഇവിടെ നോട്ടീസ് ചെയ്യപ്പെടുകയാണോ അതോ ഞാൻ അപ്രിഷിയേറ്റ് ചെയ്യുന്നുണ്ടോ അതിനെ. ആ ലഭിച്ചതിന്റെ അപ്രിഷിയേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ അതിന്റെ ഒരു വാല്യൂ എത്രയാന്ന് ഞാൻ കറക്റ്റ് അതിന്റെ മൂല്യം ഞാൻ തിരിച്ചറിയുന്നുണ്ടോ. ഇനി അതേപോലെ തന്നെ ഞാൻ എന്നിട്ട് ഹൗ ഐ ബിഹേവ് അല്ലെങ്കിൽ ഐ എക്സ്പ്രസ്, ഞാൻ അതിനെ എങ്ങനെ അതിനോട് നന്ദി പ്രകടിപ്പിക്കുന്നു. അപ്പൊ ഇത് മൂന്നും അലൈൻഡ് ആയിട്ട് ഇത് മൂന്നും നിങ്ങളുടെ മൈൻഡിലേക്ക് വന്നുകൊണ്ടാണോ നിങ്ങളൊരു ആക്ട് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. ഇത് ശരിക്കും തിങ്ക് ചെയ്യേണ്ട ഒരു സംഗതിയാണ്. ഇത് മൂന്നും വന്നിട്ടാണോ നമ്മളൊരു വ്യക്തിയോടോ ഒരു അനുഭവത്തോടോ ഒരു വസ്തുവിനോടോ നമ്മൾ താങ്ക് യു എന്ന് പറയുന്നത് എന്ന് ശരിക്കും നമ്മളൊന്ന് നോക്കേണ്ട സംഗതിയാണ്. നമ്മൾ ശരിക്കും ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ 10 നല്ല കാര്യങ്ങൾ, 10 ഫേവേഴ്സ്, 10 അനുഗ്രഹങ്ങൾ നമ്മുടെ ലൈഫിൽ വരുമ്പോഴും ഒരു അൺഫേവറബിൾ ആയിട്ടുള്ള ഒരു മോശമായിട്ടുള്ള ഒരു നമുക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യം നടക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ മനസ്സ് അതിൽ കുടുങ്ങുന്നുണ്ട്. സത്യമാണോ അല്ലയോ? യെസ് ഓർ നോ? മനസ്സ് കുടുങ്ങുന്നുണ്ടോ?
യെസ് സത്യം. യെസ് കൊടുക്കുന്നുണ്ട്. കുടുങ്ങുന്നുണ്ട്. ആ Yes, yes. കുടുങ്ങാന്നുള്ളത് ഒരു തെറ്റാണോ? അറിയാതെ ആവുന്നതല്ല. പലർക്കും ഈ ഉം. ഗ്രാറ്റിറ്റ്യൂഡ് പഠിക്കുന്ന സമയത്ത് തെറ്റായ രീതിയിൽ മിസ് ഗൈഡൻസിൽ ഗ്രാറ്റിറ്റ്യൂഡിനെ കാണുന്നവരുണ്ട്. നമ്മൾ ഒരിക്കലും ഒരു അൺഫേവറബിൾ ആയുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ നമ്മളത് തെറ്റാന്ന് കാണാനേ പാടില്ല, നമ്മളതിൽ കുടുങ്ങാനേ പാടില്ല, നമ്മൾ എന്തെല്ലാം നന്മകളുണ്ട് അതിലേക്ക് നോക്കണം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്തോ വലിയൊരു തെറ്റ് ചെയ്ത പോലെ. ഇത് നോർമലാണ്, മനുഷ്യന്റെ സർവൈവൽ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് നടക്കുന്ന ഒരു സംഗതിയാണ് നമ്മൾ അതിൽ കുടുങ്ങി പോവാന്നുള്ളത്, അല്ലേ? അപ്പൊ ആ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ശരിക്കും എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, ആ കുടുങ്ങിപ്പോയത് ഒരു സർവൈവൽ മെക്കാനിസം ആണ് ബ്രെയിനിന്റെ. നമ്മളെ സേഫ് ആക്കി നിർത്താൻ വേണ്ടി ഒരു അലേർട്ടാണ്, യെസ് യു ആർ ഇൻ ഡേഞ്ചർ എന്ന് നമ്മളോട് ഒരു ഇന്റേണൽ മെസ്സേജ് കിട്ടുക. പക്ഷെ പലർക്കും അറിയില്ല ഈ മെസ്സേജിനെ എങ്ങനെ റീഡയറക്റ്റ് ചെയ്തിട്ട് സേഫ്റ്റിയിലേക്ക് കൊണ്ടുപോകണം. പലരും ആ കുടുങ്ങൽ ഈസ് നോർമൽ, കുടുങ്ങൽ നോർമലാ, ആ സ്റ്റക്ക് ആവലും നോർമലാ. ദാറ്റ് തോട്ട് ഐ എം ഇൻ ഡേഞ്ചർ, പടച്ചോനെ പെട്ടല്ലോ എന്നൊരു തോട്ട് വരുന്ന, ഇറ്റ്സ് നോട്ട്, അത് ഡേഞ്ചർ അല്ല, അതൊരു നോർമലാണ്. പക്ഷെ പലർക്കും അറിയില്ല അത്. വരുമ്പോഴത്തേക്ക് പലരും അതിൻ്റെ ആ ഒരു ഫ്ലോയിൽ, ആ ഒരു എനർജി ഫ്ലോയിൽ, ആ സ്റ്റേറ്റിൽ ചിലപ്പോൾ കുടുങ്ങിപ്പോയിട്ട് അതാ യഥാർത്ഥ കുടുങ്ങൽ. അതിൽ നിന്ന് പുറത്തേക്ക് വരാൻ പറ്റാത്ത ദിവസങ്ങളോളം ആഴ്ചകളോളം ഒക്കെ അതിൽ തന്നെ കുടുങ്ങിയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് അത് തന്നെ ചിന്തിച്ച് പോകുന്നവർ, അതാണ് നമ്മൾ ഓവർ തിങ്കിങ് എന്നൊക്കെ പറയുന്നവര്. പക്ഷേ നമ്മൾ അതിൽ നിന്ന് പുറത്തേക്ക് വരിക എന്നുള്ളത് ആ ഒരു അവയർനെസ് ആണ് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡിലൂടെയൊക്കെ നമ്മൾ കൊണ്ടുവരുന്നത്, അല്ലേ? അപ്പൊ നമ്മുടെ അറ്റൻഷൻ നമ്മൾ കോൺഷ്യസ്ലി നമ്മൾ ട്രെയിൻ ചെയ്യാം. ഇവിടെ എന്താണ് തെറ്റ് എന്നുള്ളതോ അല്ലെങ്കിൽ എന്താണ് ശരി എന്നുള്ളതോ അല്ലെങ്കിൽ ഇത് തെറ്റാണെന്നോ എനിക്കില്ലാത്തതാണ്. ഇവിടെ ഒരിക്കലും പ്രോബ്ലത്തെ നമ്മൾ ഇങ്ങനെ ചിന്തിക്കാൻ പാടില്ല, ഇത് ശരിയല്ല കേട്ടോ, ഇങ്ങനെ തിങ്ക് ചെയ്യരുത്, അല്ലെങ്കിൽ ഇത് കാണരുത്, അങ്ങനെ ഒന്നുമല്ല. പ്രശ്നത്തെ നിഷേധിക്കലേ അല്ല, ഈ പ്രശ്നത്തെയും അതോടൊപ്പം തന്നെ നമ്മുടെ ബ്ലെസ്സിങ്സിനെയും, അല്ലെ, നമ്മൾ ഒറ്റ മൈൻഡ് എന്നൊക്കെ പറയില്ല, നമ്മുടെ ലെഫ്റ്റ് ബ്രെയിൻ ലോജിക്കലും പിന്നെ എന്താ പറയാ, പിന്നെ രണ്ട് ബ്രെയിനും രണ്ട് രീതിയിലാണ്, ഒന്ന് റീസണിങ് ആണ്, ഒന്ന് നമ്മൾ തിങ്കിങ് ഇമോഷണൽ ആണ്. ഇമോഷണൽ ലോജിക്കൽ രണ്ടും ഉണ്ട്. അപ്പൊ അതിനെ രണ്ടിനെയും കൂടെ ഒന്നിച്ച് കൊണ്ടുപോകുന്ന, അല്ലെ, റൈറ്റ് ബ്രെയിനെയും ലെഫ്റ്റ് ബ്രെയിനെയും ഒന്നിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന, നമ്മുടെ തിങ്കിങ് ബ്രെയിനെയും അതേപോലെ തന്നെ ഇമോഷണൽ ബ്രെയിനെയൊക്കെ ഒന്നിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളതാണ് നമ്മൾ ഇത് പഠിക്കുന്ന സമയത്ത്. അപ്പൊ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു അറ്റൻഷൻ ട്രെയിനിങ് ആണ്, ഒരു അറ്റൻഷൻ ട്രെയിനിങ് കൂടിയാണ്. നമ്മൾ ആ ഒരു സയൻസ് ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ, നമ്മൾ സൈക്കോളജിക്കലൊക്കെ നോക്കുകയാണെങ്കിൽ, ഒരു സിമ്പിൾ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, നമ്മൾ റെഡ് കാർ ബ്ലൂ കാർ ഇഫക്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവം കേട്ടിട്ടുണ്ടാവും. നിങ്ങൾ കോൺഷ്യസ് ആയിട്ട് ഏതെങ്കിലും ഒരു കമ്പനിയുടെ കാറിനെ കുറിച്ച്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനിയുടെ കാറിനെ കുറിച്ച്, അല്ലെങ്കിൽ ഏതെങ്കിലും കളറുള്ള കാറിനെ കുറിച്ച് എന്നെ ചിന്തിക്കുകയാണെങ്കിൽ, പിന്നെ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ അറ്റൻഷൻ കംപ്ലീറ്റ് പിന്നെ കാണുന്നതൊക്കെ, അല്ലെ, നമ്മളൊരു കാർ വാങ്ങാൻ തീരുമാനിക്കുകയാണെങ്കിൽ അതിന്റെ കമ്പനിയൊക്കെ ആണെങ്കിൽ പിന്നീട് നമ്മൾ അതിനിങ്ങനെ പിക്ക് ചെയ്ത് തുടങ്ങും. കാണുന്നതൊക്കെ അതെ, ദാറ്റ് കമ്പനി അല്ലെ, ആ കാറ് നമ്മൾ വാങ്ങാൻ വിചാരിച്ച, നമ്മൾ മനസ്സിൽ ഉദ്ദേശിച്ച കളറോ അല്ലെങ്കിൽ ആ കാറോ നമ്മളിങ്ങനെ എന്ന് പറഞ്ഞാൽ അന്ന് ആ കാറ് തന്നെ റോഡിലേക്ക് വന്ന് വേറെ ഒന്നും വന്നില്ല എന്നാണോ? വേറെ എല്ലാം വരുമ്പോഴും നമ്മളുടെ അറ്റൻഷൻ എങ്ങോട്ടാ പോവുക? ആ ഒരു കാറിലേക്ക് ആയിരിക്കും. അപ്പൊ ഇതേപോലെ തന്നെയാണ് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞ 3 തലത്തിൽ നിന്നുകൊണ്ട് നമ്മൾ നോട്ടീസ് ചെയ്യണം, അതിനെ അപ്രിഷിയേറ്റ് ചെയ്യാം, അതെങ്ങനെ ചെയ്യുന്നു കാണാം, അതേപോലെ തന്നെ നമ്മളത് എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്ന 3 തലത്തിലൂടെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇവിടെ നമ്മുടെ അറ്റൻഷൻ പ്രശ്നങ്ങൾ അവിടെ നിലനിൽക്കെ എൻ്റെ ജീവിതത്തിൽ എന്താണ് നല്ലത് എന്ന് ചോദിക്കാൻ, നല്ലത് എന്താണ്, അല്ലെങ്കിൽ ഇത് നന്മയാണ് നല്ലതാണ് എന്ന് നമ്മൾ ബ്രെയിൻ സെൽഫ് ലേണിംഗ് എടുത്തോണ്ടിരിക്കുക. നമ്മളിങ്ങനെ ചെറിയൊരു ഇട്ട് കൊടുക്കുന്ന സമയത്ത് ബ്രെയിൻ ട്രെയിൻഡ് ആവുകയാണ്. നമ്മുടെ ന്യൂറൽ പാത്വേ ക്രിയേറ്റഡ് ആവുക, ന്യൂറൽ റീവയറിങ് നടക്കാന്നൊക്കെ പറയുന്നില്ല, ആ ഒരു സയൻസ് അവിടെ നടക്കുന്നില്ല. അപ്പൊ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇത്രയും നമ്മൾ ചിലപ്പോൾ അതിനെ സ്പിരിച്വലി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ കണക്ട് ചെയ്തിട്ട്, അല്ലെ, നിങ്ങൾ നന്ദിയുള്ളവരാകുമ്പോൾ ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ച് തരും എന്ന ഒരു വേഴ്സിലൂടെ നമ്മൾ കടന്നു പോയിട്ട് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് എന്നാ കൂടുതൽ കിട്ടുമല്ലോ, എന്നാ ചെയ്യാന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് ഹൗ ഇറ്റ് വർക്ക്സ് എന്നുള്ളതും കൂടെ നമ്മൾ മനസ്സിലാക്കണ്ടേ. അപ്പൊ നമ്മൾ മുമ്പ് ശ്രദ്ധിക്കാതെ പോയ ചെറിയ ബ്ലെസ്സിങ്സ് പോലും നമ്മളുടെ ഇതൊരു ബ്ലെസ്സിങ്സ് ആണല്ലേ, എനിക്കിതൊക്കെ ഉണ്ടല്ലേ, അപ്പൊ ഞാൻ ബ്ലെസ്സിങ്സിലാണല്ലേ, അപ്പൊ നമ്മുടെ ഫോക്കസും എനർജി കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ്ലി ഷിഫ്റ്റ് ആകാൻ തുടങ്ങുകയാണ്. അപ്പൊ നമുക്കറിയാലോ, നമ്മുടെ ഫോക്കസ് മാറുമ്പോൾ നമ്മുടെ എനർജി ഷിഫ്റ്റ് ആകുമ്പോൾ നമ്മുടെ വൈബ്രേഷൻ, അല്ലെ, ഞാൻ കഴിഞ്ഞ എൻ്റെ ഇതിൽ പഠിപ്പിച്ചിട്ടുണ്ട് മാപ്പ് ഓഫ് കോൺഷ്യസ്നെസ്സിൽ ഏറ്റവും താഴെ കിടക്കുന്ന ഫ്രീക്വൻസി വൈബ്രേഷനുള്ള ഇമോഷൻ എന്ന് പറയുന്നത്
ആങ്കർ, ദേഷ്യം, ഗിൽറ്റ്, കുറ്റബോധം, അല്ലെ? ഈ കാര്യങ്ങളൊക്കെ ഏറ്റവും താഴെ കിടക്കുന്ന ലോ ഫ്രീക്വൻസിയിലാണ്. ലോ ഫ്രീക്വൻസിയുള്ള ഒരു ആൾക്ക്, അത്രയും താഴെ കിടക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ഹൈ ഫ്രീക്വൻസിയിലുള്ള ഒരു സംഗതി അട്രാക്ട് ചെയ്യാനോ, റിലേഷൻഷിപ്പ് ആയാലും വെൽത്ത് ആയാലും ഹെൽത്ത് ആയാലും മണി ആയാലും ഒരിക്കലും അത് അട്രാക്ട് ചെയ്യാനോ അത് മാനിഫെസ്റ്റ് ചെയ്യാനോ കഴിയില്ല. അപ്പോൾ നമ്മുടെ ആ ഫ്രീക്വൻസി ലെവല് എനിക്ക് തോന്നുന്നു 20 ഒക്കെയാണ് ആങ്കറിന്റെ ഒരു ഫ്രീക്വൻസി. അതേസമയം നമ്മൾ പീസ്ഫുൾ സ്റ്റേറ്റിൽ എത്തുക എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ വളരെ ഹൈയാ, 500 600 ഒക്കെ അടുത്തേക്ക് എത്തുന്നുണ്ട്. അപ്പൊ അതിനുള്ള ആ ഒരു സംഭവം കൂടെ ഇവിടെ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ മാനിഫെസ്റ്റേഷൻ ഒക്കെ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനും കൂടെ ഇതൊന്നുകൂടെ കഴിയും, ഈ ഒരു സയൻസ് നമ്മൾ പഠിക്കുന്ന സമയത്ത്. എനിക്ക് തോന്നുന്നു റീസെന്റ് ആയിട്ട് 2025 2025 ഈ ഗ്രാറ്റിറ്റ്യൂഡ് ഇന്റർവെൻഷൻസിനെ, ഗ്രാറ്റിറ്റ്യൂഡ് എങ്ങനെ വർക്ക് ചെയ്യുന്നതിനെ കുറിച്ചുള്ള സ്റ്റഡി നടത്തിയിട്ടുണ്ടായിരുന്നു, ഒരു അനാലിസിസ്. ഐ തിങ്ക് ഇറ്റ് ഈസ് അബൌട്ട് 28 കൺട്രീസിലുള്ള കുറേ ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വലിയൊരു റിസർച്ച്, ഗ്രാറ്റിറ്റ്യൂഡ് എങ്ങനെ വർക്ക് ചെയ്യുന്നു. അല്ലെ, നമ്മൾ ഇവിടെ ഇരുന്നിട്ട് എത്രയും ആളുകൾ, കുറച്ച് ആളുകൾ ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ആലോചിച്ച് നോക്കി, അത്രയും ആഗോള തലത്തിൽ അത്രയും കൺട്രീസിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് ഇപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. അപ്പൊ അവിടെ ഗ്രാറ്റിറ്റ്യൂഡ് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് ഒരു പഠനം നടത്തിയ സമയത്ത് അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞ ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ, വളരെ ചെറുതാണെങ്കിലും, മൈന്യൂട്ട് ആണെങ്കിൽ പോലും, എല്ലാവർക്കും ഒരേ രീതിയിലായിരിക്കില്ല, കാരണം അവരുടെ ഫ്രീക്വൻസിയും കാര്യങ്ങളും സിറ്റുവേഷൻസ് ഒക്കെ ഇങ്ങനെ ഇങ്ങനെ ഈ ഒരു ഗ്രാഫ് പോലെ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ആ ഒരു സ്റ്റാറ്റിസ്റ്റിക്കലി അവർക്ക് കണ്ടെത്തിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, വളരെ ചെറുതാണെങ്കിലും ഈ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് അവരുടെ മെന്റൽ ആൻഡ് ഫിസിക്കൽ ഇമോഷണൽ വെൽബീയിങ്ങിൽ എന്തുണ്ടാക്കുന്നുണ്ട്, ഇംപ്രൂവ്മെന്റ് ഉണ്ടാക്കുന്നുണ്ട്. ഇത്രയും ആളുകളുടെ പഠനം നടത്തിയപ്പോൾ റാൻഡം ആയിട്ട് പല കൺട്രീസിൽ നിന്നും സെലക്ട് ചെയ്തിട്ട് പഠനം നടത്തിയ സമയത്ത് അവരുടെ ഫിസിക്കൽ വെൽബീങ്, ആ മെന്റൽ വെൽബീങ്, ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി ഇതൊക്കെ റേസ് ആവുന്ന സമയത്ത് എന്താ പറയാ, പിന്നെ അവരുടെ ബാക്കിയുള്ള കാര്യങ്ങൾ ഇമ്പ്രൂവ്മെന്റ്. അപ്പൊ ഗ്രാറ്റിറ്റ്യൂഡ് കംപ്ലീറ്റ് എല്ലാം അങ്ങോട്ട് നമ്മൾ വെറും ആക്ട് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, വെറും താങ്ക് യു പറയലോ, അല്ലെങ്കിൽ ബൈ വേർഡ് ഓൺലി, ആ വേർഡിന് പോലും അത് മാജിക്കൽ പവർ ഉണ്ട് എങ്കിൽ കൂടി ആ വേർഡ് ഓൺലി എന്നല്ല, നമ്മൾ അതിന്റെ ഒരു സയന്റിഫിക് സൈഡ് ഇതേപോലെ മനസ്സിലാക്കുന്ന സമയത്ത്, ഇപ്പൊ മാജിക്കലി എല്ലാം ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞങ്ങ് ഇരുന്നാൽ മതി എന്നൊന്നും അല്ല അതിന്റെ അർത്ഥം. അതിന്റെ റോളാണ്, അല്ലെ? ദാറ്റ് റെഗുലർ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് കൻ കോൺട്രിബ്യൂട്ട് ടു ബെറ്റർ സൈക്കോളജിക്കൽ വെൽബീങ്. അതാണ് ഇവിടെ പറയുന്നത്. അതായത് ഒരിക്കലും ഈ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞ് നമ്മൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ എല്ലാം മാനിഫെസ്റ്റ് ചെയ്യും, എല്ലാം നേടിയെടുക്കും, അങ്ങനൊന്നല്ല. ഇവിടെ ഇമോഷൻസ് എങ്ങനെ ഷിഫ്റ്റ് ആകുന്നു, അല്ലേ? ആ ഒരു റെഗുലർ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് എന്ന് പറയുന്നത് നമ്മുടെ സൈക്കോളജിക്കൽ വെൽബീയിങ്ങിനെ, അവിടെ ചിലപ്പോൾ മെഡിസിൻ എടുക്കുന്നവരോ അല്ലെങ്കിൽ എന്താ പറയാ, എന്താന്ന് ചോദിച്ചാല് ആ ഒരു ഫീലിംഗ്, ആ ഇമോഷൻസ് വരുമ്പോൾ തന്നെ നമ്മുടെ മെന്റൽ ഹെൽത്ത്, നമ്മുടെ ആ ഒരു മൂഡ് ഉണ്ടല്ലോ, മൂഡ് ഷിഫ്റ്റ് ആവാം, അല്ലെ? അതിലൊക്കെ ഇമ്പ്രൂവ്മെന്റ് കണ്ടെത്തും. ആ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാകുമ്പോഴാണ് ആങ്സൈറ്റി ഉള്ളവർക്ക്, ഡിപ്രഷൻ ഉള്ളവർക്ക് ആ ഈ മെന്റൽ സ്റ്റേറ്റ് ഹൈ ആവാന്ന് മാത്രമല്ല, ഈ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് എന്ത് സംഭവിക്കുന്നുണ്ട്, അവരുടെ ഡിപ്രഷൻ ലെവല്, അതേപോലെ തന്നെ ആങ്സൈറ്റി ലെവല്, ഇതിലൊക്കെ കുറവും, അല്ലെങ്കിൽ ഇതിലൊക്കെ ആ ഒരു അത് കുറഞ്ഞും കൂടെ, ഒരു സെക്കൻഡ്, ആ അതിലൊക്കെ ഒരു മാറ്റം കൂടെ വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഗ്രാറ്റിറ്റ്യൂഡ് ഒരു മാജിക് ക്യൂർ എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് എന്തോ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് അങ്ങനെയല്ല. നിങ്ങൾ സയന്റിഫിക്കലി യു ഹാവ് ടു പെർസീവ് ഗ്രാറ്റിറ്റ്യൂഡ്. ഇത് നമ്മുടെ ബോഡിയിൽ ഇതെന്തോ ഒരു മാജിക് സംഭവിക്കുന്നതാണ്, അങ്ങനെയൊന്നും നമ്മൾ കാണേണ്ട ഒരു സംഗതി അല്ല ഗ്രാറ്റിറ്റ്യൂഡ്. ഹൗ ദ മാജിക് വർക്ക്സ്, ആ മാജിക് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇവിടെ ഞാൻ പറഞ്ഞ ഡിപ്രഷൻ ഉള്ളവർക്ക്, ആങ്സൈറ്റി, ട്രോമ തുടങ്ങിയ ക്ലിനിക്കൽ കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ പോലും ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ഒരിക്കലും അത് മാത്രം നമ്മുടെ ഒരു പ്രൊഫഷണൽ ട്രീറ്റ്മെന്റിന് പകരം വെക്കുന്നതോ ഒന്നുമല്ല. ഇത് നമ്മളിൽ ഉണ്ടാക്കുന്ന സൈക്കോളജിക്കൽ ചേഞ്ചസ് അലോങ് വിത്ത് ദാറ്റ് ക്ലിനിക്കൽ കണ്ടീഷൻസ്. അപ്പൊ അതിന്റെ കൂടെ നമ്മൾ ഉപയോഗിക്കേണ്ട, അതിനെ സ്പീഡപ്പ് ചെയ്യുന്ന, നമ്മൾ ഈ പണ്ട് സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട്, കാറ്റലിസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവം. കെമിക്കൽ റിയാക്ഷനിൽ ആ കെമിക്കൽ റിയാക്ഷന് രണ്ട് പിന്നെ കെമിക്കൽ പ്രൊഡക്റ്റ് ഇട്ടിട്ട് നമുക്കൊരു എന്താ പറയാ, കമ്പൈൻ ചെയ്തിട്ട്, ഇപ്പോൾ ഹൈഡ്രജനും ക്ലോറിനും കമ്പൈൻ ചെയ്തിട്ട്, അല്ലെങ്കിൽ പിന്നെ ഹൈഡ്രോക്ലോറിക് ആസിഡോ അങ്ങനെ എന്തോ പണ്ട് പഠിച്ചാണ് കേട്ടോ, അപ്പോൾ ഒന്നും ഓർമ്മയില്ല, ജസ്റ്റ് എന്റെ മൈൻഡിൽ വന്നപ്പോൾ പറഞ്ഞു എന്നേ ഉള്ളൂ. സൾഫ്യൂരിക് ആസിഡ് H2SO4 എന്തോ അല്ലേ, ഇക്വേഷൻ ഒന്നും കറക്റ്റ് ആണെന്ന് ഓർമ്മയില്ല കേട്ടോ. അങ്ങനെ എന്തോ ഉണ്ടാക്കുന്ന സമയത്ത് അതിലേക്ക് ഒരു കാറ്റലിസ്റ്റ് നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ എന്ത്, ആ കെമിക്കൽ റിയാക്ഷന്റെ സ്പീഡ് കൂടുന്നു പറഞ്ഞ ഒരു ആക്സിലറേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നു പറയുന്നുണ്ട്. അപ്പൊ അതേപോലെ ഒരു ആക്സിലറേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു മാജിക്കൽ പവർ എന്തിനുണ്ട്, ഗ്രാറ്റിറ്റ്യൂഡിനുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ ആക്ഷൻസ്, നമ്മുടെ ഈ ആക്ടിവിറ്റീസ് ഒക്കെ ഒന്ന് സ്പീഡപ്പ് ആവുമെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് നല്ലതല്ലേ? നല്ലതാണോ?
യെസ്, നല്ല തന്നെ. നല്ലത് തന്നെ അല്ലേ? അപ്പൊ ഇത് റിലേഷൻഷിപ്പിലേക്കൊക്കെ നമ്മൾ വരുന്ന സമയത്ത് റിലേഷൻഷിപ്പിലൊക്കെ നമ്മൾ പലപ്പോഴും പറയുന്ന ഒരു സംഗതി എന്താണ്? അവനിത് ചെയ്തില്ല, അല്ലെങ്കിൽ അവൾ അങ്ങനെയല്ല, അവൾ എന്നെ മനസ്സിലാക്കിയില്ല, അല്ലെ എന്നോട് സംസാരിക്കുന്നില്ല. ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ എപ്പോഴും നമ്മുടെ ഫോക്കസിൽ വരുന്ന കുറേ സംഗതികളുണ്ട് അല്ലേ? അപ്പൊ നമ്മൾ പറയാറുണ്ട് വേർ അറ്റൻഷൻ ഗോസ് ദെൻ എനർജി ഫ്ലോസ്. നമ്മളിങ്ങനെ നോക്കുന്നത് ഇങ്ങനെ വളർന്നുകൊണ്ടേ ഇരിക്കുന്നതാണ് അല്ലേ? ഞങ്ങളെ ഗൈഡ് എപ്പോഴും പറയും യഥാ ദൃഷ്ടി തഥാ സൃഷ്ടി എന്നുള്ളത്. നമ്മൾ എപ്പോഴും എവിടെ എങ്ങനെയാണോ നമ്മൾ നോക്കുന്നത്, കണ്ണ് എങ്ങനെയാണോ കാണുന്നത്, അതേപോലെ ആയിരിക്കും അത് ആയിത്തീരുക എന്ന് പറയും. അപ്പൊ അങ്ങനെ ശ്രദ്ധിക്കുന്ന സമയത്ത് അതിങ്ങനെ ഹേറ്റഡ് ആണെങ്കിൽ, വെറുപ്പാണെങ്കിൽ, പ്രോബ്ലംസ് ആണെങ്കിൽ അതിങ്ങനെ വളർന്നുകൊണ്ടിരിക്കും. പകരം നമ്മൾ ആ വ്യക്തിയിൽ എന്തെങ്കിലും ഒരു നന്മ ഉണ്ടെങ്കിൽ, നമുക്ക് ഗ്രേറ്റ്ഫുൾ ആവാനുള്ള എന്തെങ്കിലും ഒരു വസ്തു ഉണ്ടെങ്കിൽ അത് നമ്മൾ കോൺഷ്യസ്ലി, അത് എപ്പോഴെങ്കിലും നമ്മൾക്ക് ശ്രദ്ധയിൽപ്പെട്ട് താങ്ക് യു പറഞ്ഞാൽ താങ്ക് യു കേട്ടോ, എനിക്ക് ഒരുപാട് ഉപകാരമുണ്ട്, ഉപകാരം ചെയ്തു, നന്ദിയുണ്ട് കേട്ടോ എന്ന് പറയുന്നതിന്റെ അപ്പുറത്തേക്ക് അതിനെ നമ്മൾ എങ്ങനെയാണ്, എന്താണ് അവിടെ ചെയ്തത്, അത് എങ്ങനെ എനിക്ക് ഉപകാരപ്പെട്ടത്, ഞാൻ അതിന് എങ്ങനെയാണ് അതിന്റെ ഗ്രാറ്റിറ്റ്യൂഡ് ഞാൻ ഇവിടെ എക്സ്പ്രസ് ചെയ്തത്, അങ്ങനെ നമ്മൾ ശ്രദ്ധിച്ചു തുടങ്ങുമ്പോഴാണ് നമ്മുടെ റിലേഷൻഷിപ്പിന്റെ പെർസെപ്ഷൻസ്, നമ്മുടെ മക്കളുമായിട്ടുള്ള കാര്യങ്ങള്, നമ്മുടെ എല്ലാ കാര്യങ്ങളും ഈ പിന്നെ മണിയിലൊക്കെ വരുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ ഭയങ്കര. അപ്പൊ മണി എന്ന് പറഞ്ഞ ഒരാൾ ടൈപ്പ് ചെയ്തുകൊണ്ട് പറയാണ്. അപ്പൊ അത് വലിയൊരു ഗ്രാജുവൽ ഷിഫ്റ്റ് ആണ് അവിടെ കൊണ്ടുവരുന്നത്, ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു സംഗതി. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡിലാണോ, നന്ദിയിലാണോ നിങ്ങൾ ഉള്ളത്? ഈ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ഞാൻ പറഞ്ഞില്ല, ഒരു പോസിറ്റീവ് മെന്റൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മുടെ റിലേഷൻഷിപ്പിലും, അല്ലെങ്കിൽ നമ്മൾ പാർട്ട്ണറോട് നമുക്ക് ചിലപ്പോൾ തോന്നൂല പലപ്പോഴും നമുക്ക്, കാരണം അത് ഫീൽ ചെയ്യുന്നില്ല. തോന്നാത്ത എന്തുകൊണ്ടാ? നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. അവര് ചെയ്തു തരുന്ന ഉപകാരങ്ങളോ അല്ലെങ്കിൽ ആ ഒരു സംഗതികളോ നമുക്ക് അതിന് നമ്മൾ ട്രെയിൻഡ് ആയിട്ടില്ല. നമുക്ക് അങ്ങനെ ആരും നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടില്ല ഇതിനെ എങ്ങനെ കാണണം. ഈ ഗ്രാറ്റിറ്റ്യൂഡ് ആയിട്ട് നമുക്ക് കിട്ടിയ ഒരു ഫേവറിനെ, അതിന്റെ ഗ്രേറ്റ്ഫുൾനെസ് ആകാൻ, നമ്മളെ ബ്രെയിനിനെ അതിനെ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ, ഇതിലുള്ള നന്മയെ കാണാൻ, അതിനെ നോട്ടീസ് ചെയ്യാൻ, അതിനെ നമ്മൾ അപ്രിഷിയേറ്റ് ചെയ്യാൻ, എനിക്കതെങ്ങനെ ഫീൽ ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാൻ, തിരിച്ച് അവരോട് ഞാനതിനെ എങ്ങനെ അല്ലേ? അപ്പൊ വെറും ആക്ട് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യേണ്ട ബൈ വേർഡ്സ് ആണോ, ബൈ ആക്ട് ആണോ? അതൊന്നും നമ്മൾ പഠിച്ചിട്ടില്ല, പലരും പഠിച്ചിട്ടില്ല. നമ്മള് ലൈൻ ശക്കർത്തും ലാസീതന്റെക്കും നിങ്ങൾ നന്ദിയുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ വർദ്ധിപ്പിച്ചു തരും, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണോ അത് പറഞ്ഞപ്പോൾ നമ്മൾ വെറുതെ താങ്ക് യു ഇട്ടോ എന്ന് പറയുമ്പോഴും ഹൗ വി ഫീൽ, അല്ലെങ്കിൽ ഹൗ വി എക്സ്പ്രസ് എന്നുള്ളതിനെ കുറിച്ച് പലപ്പോഴും നമ്മൾ എന്തെല്ലാം ബോധവാന്മാരല്ല. മനസ്സിലാവുന്നുണ്ടോ? അവിടെയാണ് ഇത് പഠിക്കുമ്പോഴാണ് നമ്മൾക്ക് അതിൻ്റെ ഒരു ശരിയായിട്ടുള്ള ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഇമ്പാക്ട്. അല്ലെങ്കിൽ നമ്മൾ ദിവസവും രാവിലെ എഴുന്നേറ്റിട്ട് അല്ലെ, അൽഹംദുലില്ലാ അന്ന് എഴുന്നേക്കാൻ കഴിഞ്ഞു, അത് ചെയ്യാൻ കഴിഞ്ഞു, ഇത് ചെയ്യാൻ കഴിഞ്ഞു, നമ്മളൊരു ലിസ്റ്റ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ഇങ്ങനെ എഴുതാം. ഒരു ലിസ്റ്റ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് നമ്പർ 1 2 3 എന്നിട്ടിട്ട് അപ്പൊ ഈ സംഗതികൾ വരുന്നുണ്ടോ നമുക്ക്? ഇപ്പൊ ഇങ്ങനെയാണോ ശരിയായ രീതിയിൽ ഗ്രാറ്റിറ്റ്യൂഡ്? ഇപ്പൊ റൂമിയോടാന്ന് തോന്നുന്നു, റൂമിയോടെ ഏറ്റവും ചെറിയൊരു പ്രെയർ അല്ലെങ്കിൽ ഏറ്റവും ഷോർട്ട് ഫോം പ്രെയറിനെ കുറിച്ച് ചോദിച്ച സമയത്ത് റൂമി പറഞ്ഞിട്ടുണ്ട് സൈലൻസ് ആണ് ഏറ്റവും വലിയൊരു പ്രെയർ എന്ന് പറയുന്നത്. ഇനി പിന്നെ നമ്മളത് വേർഡിൽ പറയുകയാണെങ്കിൽ താങ്ക് യു എന്ന് പറയുന്നത് അനദർ ഷോർട്ട് ഫോം ഓഫ് പ്രെയർ ആണ്. പക്ഷെ ഗ്രാറ്റിറ്റ്യൂഡിലുള്ള ഒരാൾക്ക് അതെങ്ങനെ പ്രെയർ ആക്കി മാറ്റാം? പ്രെയർ, പ്രാർത്ഥന അല്ലെ? ഗ്രാറ്റിറ്റ്യൂഡിൽ ഇരിക്കുമ്പോ അല്ലെങ്കിൽ സൈലൻസിൽ ഇരിക്കുമ്പോ അതിൽ ഒരു പ്രെയർ, അത് പ്രെയറായി മാറുന്ന ഒരു മാജിക് ഉണ്ട്. ഞാൻ ഈ പറഞ്ഞ ഈ ചേരുവകൾ മാത്രമല്ല, അതിന്റെ ഡിഫറെന്റ് ഡയമെൻഷൻസ് ഉണ്ട്. അതിന്റെ നമ്മളുടെ റഡാറിൽ പെടാത്ത നമ്മൾ ശ്രദ്ധിക്കാത്ത ഒരുപാട് ആസ്പെക്റ്റുകൾ നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്ന ഓരോ സംഗതികൾക്ക്, ഈവൻ ഇഫ് ഇറ്റ് ഈസ് എ പെയിൻ, അത് വേദനയാണെങ്കിൽ പോലും. അതുകൊണ്ടല്ലേ റൂമി പറയുന്നത് വൂണ്ട് ഈസ് ദ പ്ലേസ് വെയർ ലൈറ്റ് എൻറ്റേഴ്സ്. അതേപോലെ പെയിൻ ഈസ് എ മെസ്സഞ്ചർ എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാ? അതിനെ നമുക്കത് റീഡ് ചെയ്യാൻ അറിയാത്തതുകൊണ്ടും അത് വായിക്കാൻ അറിയാത്തത് കൊണ്ടും നമ്മൾ വായിച്ചു വെച്ചിരിക്കുന്നതിലൂടെ മാത്രം നമ്മൾ നോക്കി കാണുമ്പോഴും നമുക്ക് ദാറ്റ് പെയിൻ ഇസ് എ പെയിൻ ഓൺലി, പെയിൻ ഇസ് നോട്ട് എ മെസ്സഞ്ചർ. നമുക്കത് പെയിൻ ഓൾവേസ് പെയിൻ മാത്രം. വൂണ്ടിലൂടെ ഒരിക്കലും ലൈറ്റ് എൻ്റർ ചെയ്യൂല. വൂണ്ടിലൂടെ വരുന്നത് പെയിൻ മാത്രമായിരിക്കും. നമുക്ക് അങ്ങനെ അത് ഫീൽ ചെയ്യുക. അപ്പൊ നമുക്ക് ഇതിന് ഡിഫറെന്റ് ആസ്പെക്ട്, കാരണം നമ്മളത് പഠിച്ചിട്ടില്ല, നമുക്കത് അറിയില്ല, നമ്മളത് ആരും പഠിപ്പിച്ചിട്ടില്ല അല്ലേ? ഇത് പഠിക്കുമ്പോഴാണ് നമുക്ക് ലൈഫ് ഇത്ര ബ്യൂട്ടിഫുൾ ആയിരുന്നോ, അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് ഇതിന് ഇത്രയൊക്കെ ഭംഗിയുണ്ടായിരുന്നോ, അല്ലെങ്കിൽ എൻ്റെ പാർട്ട്ണർക്ക് അത്രയും സ്വീറ്റ് ആയിരുന്നു, അത്രയും എൻ്റെ മക്കൾ അത്രയും നല്ലതായിരുന്നു എന്ന ഒരു ഓപ്പൺനെസ് ഉണ്ടല്ലോ നമുക്ക് കിട്ടുന്നത്, നമ്മൾ അതിലേക്ക് എത്തുന്നത് ആ ഒരു തരത്തിൽ നമുക്കതിനെ നോക്കിക്കാണാൻ കഴിയുമ്പോഴായിരിക്കും. പലപ്പോഴും പലർക്കും എനിക്കറിയാം, നിങ്ങൾക്ക് ഇപ്പോഴും അത് ഫീൽ ചെയ്യാൻ കഴിയാതിരിക്കുന്നതോ നിങ്ങളുടെ ഒരു മിസ്റ്റേക്ക് അല്ല, നിങ്ങളുടെ ഒരു തെറ്റേ അല്ല.
അത് നമ്മൾ ആ രീതിയിൽ നമ്മൾ അതിനെ ട്രെയിൻ ചെയ്യാൻ നമ്മളും ട്രെയിൻ ചെയ്തിട്ടില്ല. നമ്മുടെ കോൺഷ്യസ് ലെവലിൽ നമ്മുടെ ബ്രെയിനെ നമ്മൾ അങ്ങനെ ട്രെയിൻ ചെയ്യാൻ പഠിപ്പിച്ചിട്ടുമില്ല. സത്യമല്ലേ? ശരിയാണോ? നമ്മളങ്ങനെ പഠിച്ചിട്ടില്ല എന്നൊക്കെ പറയാൻ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവും, എനിക്കറിയാം. അപ്പൊ നമ്മുടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിനെ, അല്ലെങ്കിൽ എത്ര ഇഷ്ടമുള്ള ഒരു വ്യക്തിനെ മനസ്സിൽ ജസ്റ്റ് ഒന്ന് കൊണ്ടുവരാൻ പറ്റുമോ? ഒന്ന് ജസ്റ്റ് നിങ്ങളുടെ മൈൻഡിലേക്ക് നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പ്രിയപ്പെട്ട ഒരു വ്യക്തിനെ ഒന്ന് മൈൻഡിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ? കൊണ്ടുവന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എന്നിട്ട് ആ വ്യക്തി നിങ്ങൾക്ക് ചെയ്ത ഒരു ചെറിയൊരു കാര്യം ആ വ്യക്തി നിങ്ങൾക്ക് ചെയ്തു തന്ന്, വലിയ മഹാസംഭവങ്ങളൊന്നും വേണ്ട, ചിലപ്പോൾ വലിയ തെറ്റുകളൊക്കെ അതിൽ ചെയ്തിട്ടുണ്ടാവും, എങ്കിലും ചെറിയൊരു സംഗതി എന്താണ്? ഒന്ന് മൈൻഡിലേക്ക് കൊണ്ടുവരാം. ഇനി ആ വ്യക്തിക്ക്, അല്ലെ, ആ ഒരു സംഗതിക്ക് ഞാൻ അപ്രിസിയേഷൻ കൊടുക്കേണ്ടതുണ്ടോ, അല്ലെങ്കിൽ ഞാൻ അതിന് ഗ്രേറ്റ്ഫുൾ ആവേണ്ടതുണ്ടോ? അതിനുള്ളൊരു ക്വാളിറ്റി അയാൾക്കുണ്ടോ? ഇനി ക്വാളിറ്റി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കൂടി ആ ഫേവർ എനിക്ക് തന്നതിന് ഞാൻ ഗ്രേറ്റ്ഫുൾ ആകേണ്ടതുണ്ടോ എന്നൊന്ന് ആലോചിച്ച് നോക്കുക. ആ ഫേവർ നിങ്ങൾ എങ്ങനെ, അയാൾ ചെയ്തുന്ന ആ ഫേവർ നിങ്ങൾക്ക് എങ്ങനെ അത് അനുഭവവേദ്യമായി, നിങ്ങൾ എങ്ങനെ അത് നിങ്ങളുടെ അനുഭവത്തിനനുസരിച്ച്, നമ്മുടെ അനുഭവത്തിനനുസരിച്ചാണല്ലോ നമുക്കൊരാൾ ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യുക, അല്ലേ? നിങ്ങൾക്ക് അത് അനുഭവപ്പെട്ടോ? ഇനി പിന്നീട് ഇനി മൂന്നാമതായിട്ടൊരു കാര്യം നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരാം. ഞാൻ അതിന് അയാളോട് താങ്ക്ഫുൾനെസ്, എനിക്ക് അയാൾ ഫേവർ ചെയ്തു തന്നു, ഞാനത് അനുഭവിച്ചു, പക്ഷെ എനിക്ക് ആ സമയത്ത് അതിനൊരു ഗ്രാറ്റിറ്റ്യൂഡ് ഫീലിംഗ് ആ വ്യക്തിയോട് ഉണ്ടായിട്ടുണ്ടായിരുന്നോ? ജസ്റ്റ് ഒന്ന് ആലോചിച്ചു. ഇതൊക്കെ ഒരു അവയർനെസ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതൊരു ബേസിക് അവയർനെസ്സിന് വേണ്ടി മാത്രമാണ്. ഡീപ്പ് ലെവലിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. അപ്പൊ നമ്മുടെ മനസ്സിൽ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാകുന്നത് നല്ലതാണോ എന്ന് ചോദിച്ചാൽ, ഞാൻ ഇത്രയും പറഞ്ഞ സയന്റിഫിക് ആസ്പെക്ട് ഒക്കെ വെച്ച് നോക്കുമ്പോൾ നല്ലതാണ്, അല്ലേ? പക്ഷെ അത് ശരിക്കും വർക്ക് ചെയ്യുന്നത് എക്സ്പ്രസ് ചെയ്യുമ്പോൾ അത് മനസ്സിലായല്ലോ. നമ്മൾ കുറെ പഠനങ്ങളെ കുറിച്ചും ഒക്കെ പറഞ്ഞപ്പോൾ നമ്മൾ മനസ്സിലായി എന്തൊക്കെ ഇമ്പ്രൂവ്മെന്റ് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. അതേപോലെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് നമുക്ക് നമ്മുടെ ഇമോഷൻസ് ലെവലിനെയും എനർജി ലെവലിനെയും ഹൈ ആക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ സ്ട്രെസ് ലെവൽ, ആങ്സൈറ്റി ലെവൽ, ഇതൊക്കെ നമുക്ക് കുറയുന്നു നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ശരിയല്ലേ? അപ്പോൾ അത് മാത്രമല്ല, ഇനി ഫിസിക്കൽ ഹെൽത്ത് വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി. ഇങ്ങനത്തെ പ്രാക്ടീസ് ഒക്കെ ചെയ്ത് കോഴ്സിലൊക്കെ ചെയ്ത് പിന്നീട് ഡോക്ടറെ അടുത്തേക്ക് പോകുമ്പോൾ ഡോക്ടർ നല്ല മാറ്റം ഉണ്ടല്ലോ, എന്തൊക്കെയോ എന്താ സംഭവിച്ചത്, വേറെ എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് അത്ഭുതങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. അവിടെയൊക്കെ ഈ ഒരു അവയർനെസ്സിലേക്ക് വരുമ്പോൾ അവിടെ ചിലപ്പോൾ ബ്ലഡ് പ്രഷർ നോർമൽ ആകുന്നുണ്ട്, ഇമ്മ്യൂണിറ്റി ഹൈ ആവുന്നുണ്ട്, ചിലപ്പോൾ നമ്മുടെ ലൈഫ് സ്പാൻ തന്നെ. അതിനൊരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. നിങ്ങൾ മമത മോഹൻദാസിനെ അറിയില്ലേ? ഫിലിം സ്റ്റാർ ആയിട്ടുണ്ടായിരുന്ന, അല്ലേ? കേട്ടിട്ടുണ്ടോ മമത മോഹൻദാസ്? രണ്ട് തവണ ക്യാൻസറിനെ അതിജീവിച്ച വ്യക്തിയാണ് അവര്, അല്ലെ? ഫിലിം സ്റ്റാർ, നമ്മുടെ ഒരുപാട് ഫിലിംസിലൊക്കെ അഭിനയിച്ചൊരു ലേഡി, അല്ലെ മമത? രണ്ട് തവണ ക്യാൻസറിനെ അതിജീവിച്ചു. അപ്പൊ നിങ്ങൾ ചോദിക്കരുത് ക്യാൻസറിനെ അതിജീവിച്ചത് ഗ്രാറ്റിറ്റ്യൂഡാണ് മാത്രമാണോ എന്ന് ചോദിക്കരുത്. അപ്പൊ അവരുടെ ലൈഫിൽ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താന്ന് വെച്ചാല്, ഗ്രാറ്റിറ്റ്യൂഡിലെ ക്യാൻസർ ക്യൂർ ചെയ്തു എന്നുള്ളതല്ല, അവർ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ ഒരു അവസ്ഥ വന്നപ്പോൾ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് തൻ്റെ പാരൻസിനോട്, അതേപോലെ തന്നെ എൻ്റെ ലൈഫിനോട്, അല്ല, ഈ ഒരു അസുഖം വന്നപ്പോൾ എനിക്ക് ശരിക്കും ആ ട്രീറ്റ്മെന്റ് ഉള്ള സമയത്ത്, ആ ട്രീറ്റ്മെന്റ് ഒക്കെ എടുക്കുന്ന സമയത്തും, അല്ലേ, ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ് എന്നെ എത്രമാത്രം ആ ഒരു സിറ്റുവേഷനിൽ സ്റ്റേബിൾ ആയിട്ട് നിൽക്കാനും, എൻ്റെ മെഡിക്കൽ സപ്പോർട്ട് എനിക്ക് ലഭിക്കുമ്പോഴും എൻ്റെ ഹെൽത്തിനെ, അല്ലേ, എനിക്ക് എത്രത്തോളം അതിൽ സ്റ്റേബിൾ ആയിട്ട് നിൽക്കാനും എന്നെ തന്നെ അവിടെ മെയിൻറ്റെയിൻ ചെയ്ത്, പലപ്പോഴും അങ്ങനെ ഒരു ക്യാൻസർ ഇല്ലാണ്ട് തന്നെ കുടുംബത്തിൽ ആർക്കെങ്കിലും ക്യാൻസർ വരുമ്പോഴത്തേക്ക് പിന്നെ എന്തെങ്കിലും ഒരു സിംറ്റം കണ്ടാൽ എനിക്ക് ക്യാൻസർ ആണോ എന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതേസമയം ഈ അസുഖത്തിന് അകത്തായിരിക്കുമ്പോഴും അവര് തന്നെ ഒരു വേൾഡ് ക്യാൻസർ ഡേയിൽ വെച്ചിട്ട് പറയുന്നുണ്ട്, എൻ്റെ ക്യാൻസർ ജേണി
ഓർത്ത സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ അവിടെ നിൽക്കാൻ പറഞ്ഞൊരു സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഡീപ്പ് ഗ്രാറ്റിറ്റ്യൂഡാണ്. എവിടെ എനിക്ക് തന്ന ഓപ്പർച്യൂണിറ്റീസ്, എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ കസിൻസ്, എൻ്റെ ഫാമിലി, അല്ലെ എൻ്റെ പാരൻസ്, ഇവരോടുള്ള ഒരു ഡീപ്പ് സെൻസ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എനിക്ക് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അല്ലെ? അപ്പൊ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മുടെ ആ ഹെൽത്തിനെ ബാധിക്കുന്നുണ്ടോ? മെഡിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. പക്ഷെ മെഡിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുമ്പോഴും അതിനും കൂടി ഒരു, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാറ്റലിസ്റ്റ് ഇല്ലേ, അതിനൊന്നുകൂടെ സ്പീഡപ്പ് ചെയ്യുന്ന, അതേപോലെ തന്നെ ഒരു സയന്റിസ്റ്റ് ഉണ്ടായിരുന്നു, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, സോമനാഥ് എന്ന് പറഞ്ഞിട്ട്, ISROയിലൊക്കെ മുൻ ചെയർമാൻ ആയിട്ടുണ്ടായിരുന്ന അദ്ദേഹവും ഇതേപോലെ തന്നെ ഒരു ക്യാൻസറിന് ബാധിച്ച ഒരു വ്യക്തിയായിരുന്നു കേട്ടോ, ക്യാൻസർ ഡയഗ്നോസ് ചെയ്തിട്ടുള്ള. അപ്പൊ അദ്ദേഹം ഈ പറഞ്ഞ പോലെ തന്നെ ക്യാൻസർ എന്ന് കേട്ടപ്പോൾ ഭയങ്കര ഷോക്കായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ആദ്യത്തിൽ എനിക്കത് ഇതിനൊരു ഇനീഷ്യൽ സ്റ്റോക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു എക്സ്പീരിയൻസ് ലൈഫിൽ വന്ന സമയത്ത്, അല്ലേ, എനിക്ക് എൻ്റെ ലൈഫിനെ കുറിച്ചുള്ള ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് സ്റ്റേറ്റിൽ നിന്ന് എനിക്ക് ഇതിന് റിക്കവർ ആവാൻ പറ്റിയെന്നാണ് പറഞ്ഞത്. അല്ലേ? അവിടെ ഗ്രാറ്റിറ്റ്യൂഡിന് അദ്ദേഹം ആ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസിലും കൂടിയും ലൈഫിനെ മീനിങ് ഫുൾ ആയിട്ട് കാണാൻ അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു വ്യക്തിയാണ്, ഒരു ഫിലിം ആക്ട്രസ് തന്നെയാണ്, പിന്നെ ഹിന്ദി ഫിലിംസിലൊക്കെ ഉണ്ടായിരുന്ന ഭയങ്കരമായിട്ടൊരു മനീഷ കൊയ്രാള, കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. അവര് ഇതേപോലെ സ്റ്റേജ് 4 ആണെന്ന് തോന്നുന്നു, ഒരു ക്യാൻസർ പേഷ്യന്റ് ആയിട്ട് 2012 2011 ഓർ 12 ആ ഒരു സമയത്തൊരു എന്താ പറയാ, സർജറി കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴും അവർ പറയുന്നുണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്, അല്ലെ, സർവൈവ് ചെയ്ത് വന്നപ്പോൾ അവർ പറഞ്ഞൊരു സംഗതി എന്താന്ന് വെച്ചാല് ബീയിങ് ഗ്രേറ്റ്ഫുൾ എന്ന ഒരു അവസ്ഥ. ഓരോ ദിവസവും എത്രത്തോളം ഈ അസുഖം എന്നെ ബാധിച്ചു എന്ന് അറിയുമ്പോഴും എത്രത്തോളം എനിക്ക് സ്റ്റേബിൾ ആയിട്ട്, അല്ലെ, എൻ്റെ ശരീരം പോലും അതിനോട് പ്രതികരിക്കാനും, അല്ലെ, അവിടെ ക്യാൻസർ എന്ന് പറയുന്നതിന് പോലും, അത് ഞാൻ പറഞ്ഞു, പെയിൻ ഈസ് എ മെസ്സഞ്ചർ, ഇതിനുള്ള അതിനെ അന്വർത്ഥമാക്കുന്ന രീതിയിലായിരുന്നു മനുഷ്യക്ക് ഒരു റെസ്പോൺസ്. അവിടെ പറഞ്ഞ എന്താന്ന് വെച്ചാൽ ഇറ്റ്സ് എ ടീച്ചർ, ക്യാൻസർ ഇറ്റ് വാസ് എ ടീച്ചർ ഫോർ മീ. എനിക്കതൊരു ടീച്ചർ ആയിരുന്നു. ഒരു ടീച്ചറെ പോലെയാണ് ഞാൻ ആ എക്സ്പീരിയൻസിനെ കണ്ടത്. ഐ ലേൺഡ് ഫ്രം ദിസ്. അത് ഞാൻ ലേണിംഗ് എടുത്തിട്ടുണ്ട്, അല്ലേ? അപ്പോൾ കാരണം അതെന്റെ ഒരുപാട് കാര്യങ്ങളെ മാറ്റിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് ശരിക്ക് അവിടെ അവരാരും മെഡിക്കൽ സപ്പോർട്ട് എടുത്തിട്ടില്ല എന്നൊന്നും അല്ല ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് മാത്രമാണ് അവരുടെ ഈ ക്യാൻസർ രോഗത്ത്, അങ്ങനെ തെറ്റായിട്ട് ധരിക്കുന്നവരുണ്ട്. തെറ്റായിട്ട് നമ്മൾ വെറുതെ ഇങ്ങനെ ഇരുന്ന് ഗ്രാറ്റിറ്റ്യൂഡ്, അല്ലെ, 21 ഗ്രാറ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ ഇത്ര ഗ്രാറ്റിറ്റ്യൂഡ്, ഇതൊന്നും അല്ല. അതിന്റെ പിന്നിൽ ഹൗ ഇറ്റ് വർക്ക്സ്, ഹൗ ഇറ്റ് ചേഞ്ച് അവർ ഇമോഷണൽ സ്റ്റേറ്റ്, മെന്റൽ സ്റ്റേറ്റ്, ആൻഡ് ഹൗ ഇറ്റ് സൈക്കോളജിക്കലി അല്ലെ അഫക്റ്റ് ഇൻ അവർ ബോഡി എന്നുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടാകുമോ? ഇത് പ്രോബ്ലത്തെ നിഷേധിക്കലോ, അല്ലെങ്കിൽ പ്രോബ്ലം ഒന്നും ഇല്ല, നന്ദിയിൽ ഇരുന്നാൽ മതി എന്ന് പറയലോ ഒന്നുമല്ല. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ചില ആളുകൾ ഭയങ്കര ടോക്സിക് പോസിറ്റിവിറ്റി എന്ന് പറഞ്ഞ സംഭവമുണ്ട്. പോസിറ്റീവായിട്ട് ഇരുന്നാൽ മതി, പോസിറ്റീവായിട്ട് ഇരുന്നാൽ മതി എന്ന് പറഞ്ഞിട്ട്, പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ ആ ഫീലിംഗ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഉണ്ടായിക്കൊള്ളുന്നില്ല. എനിക്ക് പെയിൻ ഉണ്ടെങ്കിൽ അത് സത്യമാണ്, അത് ഞാൻ അംഗീകരിക്കണം, എനിക്ക് പെയിൻ ഉണ്ട്, അതിന് നമ്മൾ ഒരിക്കലും റിജക്റ്റ് ചെയ്യുകയോ ഒന്നുമല്ല. പക്ഷെ ആ പെയിനിന്റെ അകത്ത് നിന്നുകൊണ്ട് എൻ്റെ ലൈഫിൽ ഇപ്പൊ എനിക്ക് അനുഭവിക്കാൻ പറ്റുന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ്? അവിടെയാണ് നമ്മൾ ഒരിക്കലും നമ്മുടെ ലോജിക്കൽ ബ്രെയിനിനെ നമുക്ക് നിഷേധിക്കാൻ, നീ പോ എന്ന് പറയാൻ കഴിയൂല. അത് അവിടെ ഉണ്ട്. അതെപ്പോഴും നമ്മൾ വേണ്ടാന്ന് പറയുമ്പോഴും അതിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഡീപ്പായിട്ട്, അപ്പൊ അതിനെ കൂടെ ഒന്ന് ക്ലാസിഫൈ ചെയ്ത് അതിനെയും കൂടെ ഒന്ന് കൺസിഡർ ചെയ്തുകൊണ്ട്, യെസ്, പെയിൻ ഉണ്ട്, ഇറ്റ്സ് എ റിയാലിറ്റി, ദിസ് ഇസ് എ റിയാലിറ്റി, ഇതൊരു റിയാലിറ്റിയാണ്. പക്ഷെ ഓൺ ദി അതർ സൈഡ് ദിസ് ഓൾസോ ഇസ് എ റിയാലിറ്റി, ഇതും ഒരു റിയാലിറ്റിയാണ്. ഇത് റിയാലിറ്റി അല്ല, രണ്ടും റിയാലിറ്റിയാണ്. അല്ല, ബോത്ത് ക്യാൻ എക്സിസ്റ്റ് ടുഗദർ, രണ്ടിനും ഒന്നിച്ച് നിലനിർത്തി കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു അവസ്ഥ. എനിക്ക് നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോഴും എനിക്കിപ്പോഴും ലഭിക്കുന്നതിനെ കൂടെ ഞാൻ കാണുന്നു. അതാണ് ശരിക്കും ഒരു മെച്യൂർ സ്റ്റേറ്റ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, അല്ലെ, പക്വമായ ഗ്രാറ്റിറ്റ്യൂഡ് എന്നൊക്കെ പറയാം. ഒരു മെച്യൂർ സ്റ്റേറ്റ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. ഇത് നമ്മൾ ഒരു സ്പിരിച്വൽ പെർസ്പെക്റ്റീവിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു എന്താ പറയാ, നിങ്ങൾ ഇഫ് യു ആർ ഗ്രേറ്റ്ഫുൾ, പിന്നെ എന്താ പറയാ, ഐ വിൽ ഷുവർലി ഇൻക്രീസ് യു മോർ, അല്ലേ? അങ്ങനെ നമുക്ക് പറയുന്നതിന്റെ പിന്നിൽ ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇൻക്രീസ് യു മോർ എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ നോക്കാം, ഇൻക്രീസ് ആവുന്നുണ്ടോ, പണം കൂടുന്നുണ്ടോ, അല്ലെങ്കിൽ സമ്പത്ത് കൂടുന്നുണ്ടോ, ആരോഗ്യം കൂടുന്നുണ്ടോ, റിലേഷൻ, അതിന്റെ അപ്പുറത്തേക്ക് ഇതെല്ലാം കൂടും.
ഇത് എങ്ങനെയെന്നും കൂടെ മനസ്സിലാക്കുമ്പോണ്ടല്ലോ, ചിലർ പറയും എങ്ങനെയെന്നൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട, മാജിക് എന്നൊക്കെ പറയുകയാണെങ്കിൽ കൂടി അതെങ്ങനെയെന്നും കൂടെ ഒന്ന് അറിയുകയും കൂടെ ചെയ്യുകയാണെങ്കിലോ, അതെങ്ങനെയത് കൂടി അറിയുന്നതിന്റെ അപ്പുറത്തേക്ക് അത് ഏതെല്ലാം തലത്തിൽ എക്സ്പീരിയൻസ് ചെയ്യണം, അത് എങ്ങനെയെന്ന് അറിയുന്നതല്ല, സോറി, എങ്ങനെയെന്ന് അറിയുന്നതല്ല, പക്ഷെ അതിന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ പോകണം, അതിന്റെ ഇമോഷൻസ് എങ്ങനെ പോകണം, അല്ലേ, അതുകൂടെ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ അപ്പൊ ആ ഒരു എനിക്ക് കിട്ടിയതിന് നന്ദി എന്നതിൽ അതിൽ മാത്രം ഒതുക്കി നിർത്താതെ, അല്ലേ, നമ്മളെ സ്പിരിച്വൽ പെർസ്പെക്റ്റീവിൽ പോലും എനിക്കിത് കിട്ടിയതിന് നന്ദി എന്ന് പറയുന്നതിന്റെ അപ്പുറത്തേക്ക് എനിക്കിത് കിട്ടിയതിന് അല്ലെങ്കിൽ എനിക്കിത് നൽകിയതിന് പിന്നിൽ ഒരു ഗിവറും കൂടെ ഉണ്ട്, ഒരു ഗിവർ ഉണ്ട്, ഒരു പ്രൊവൈഡർ ഉണ്ട്, അല്ലേ, ആ പ്രൊവൈഡർ ഇതെനിക്ക് നൽകുന്നതിലൂടെ, ആ പ്രൊവൈഡർ ഇതിലേക്ക് ലഭ്യമാകുന്നതിലൂടെ വാട്ട് ഹി ഡു, ആ പ്രൊവൈഡർ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, വാട്ട് ഈസ് ഡൂയിങ് ഇൻ മൈ ലൈഫ്, എന്റെ ലൈഫിൽ എങ്ങനെ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു, അല്ലെ, അതൊന്ന് മനസ്സിലാക്കിയിട്ടില്ലേ, ഇതെനിക്ക് കിട്ടുന്ന സമയത്ത് ഇതെനിക്ക് കിട്ടുന്നുണ്ട്, ലഭിക്കുന്നുണ്ട്, ഇത് തരുന്ന ഒരു സ്പേസ് ഉണ്ട്, കിട്ടുന്ന ഒരു സ്പേസ് ഉണ്ട്, ആ കിട്ടുന്ന സ്പേസ് ഇതെനിക്ക് നൽകുന്ന സമയത്ത് എൻ്റെ ലൈഫിൽ എന്താണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതെന്നെ എങ്ങനെയാണ്, അല്ലെ, എന്തൊക്കെയോ എന്താന്നുള്ള ഞാൻ പറയുന്നില്ല, എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്ന അവസ്ഥയിലേക്കും കൂടെ നമ്മൾ പോകുന്ന സമയത്ത് ചിലപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് ഒരു പ്രെയർ ആക്കി മാറിയേക്കാം, അല്ലേ. അങ്ങനെ നോക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ അപ്പുറത്തേക്ക് ഗ്രാറ്റിറ്റ്യൂഡ് വേറൊരു 3 തലങ്ങളും കൂടെ ഉണ്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട. അത് അറിയാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടോ? ഒരു ഗ്രാറ്റിറ്റ്യൂഡിന്റെ 3 തലങ്ങളും കൂടെ അറിഞ്ഞുകൊണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടോ? താല്പര്യം ഉണ്ടോ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാൻ, ആ ഒരു തലങ്ങളും കൂടെ അറിഞ്ഞുകൊണ്ട്? താല്പര്യമുള്ളവർ ജസ്റ്റ് ഒന്ന് യെസ് എന്നൊന്ന് ചാറ്റ് ബോക്സിൽ ഇട്ട് ഞാൻ നോക്കട്ടെ. അത് നമ്മൾ ഉണ്ട്. സ്ഥിരമായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്ത് നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് 1, 2, 3 എനിക്കിത് ലഭിച്ചതിന് നന്ദി, എനിക്കിതെല്ലാത്തിനും നന്ദി, അല്ലെങ്കിൽ നമ്മൾ അഡ്വാൻസ് ഗ്രാറ്റിറ്റ്യൂഡിന് ഒരുപാട് ഡയമെൻഷൻസ് ഉണ്ട്, ഒരുപാട് രീതിയിൽ നമ്മൾ അതിന്റെ പെർസ്പെക്റ്റീവ് ചെയ്യേണ്ടതുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ആ ഒരു 3 തലങ്ങൾ അറിയാന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ ഗ്രാറ്റിറ്റ്യൂഡ് എങ്ങനെ പ്രെയർ ആയി മാറുന്നു, അല്ലെ, അതൊരു ദിവസം നമ്മൾ മോർണിംഗിൽ ആ പ്രെയറോട് കൂടിയിട്ട്, ആ ഗ്രാറ്റിറ്റ്യൂഡിനെ പ്രെയറോട് കൂടിയിട്ട് നമ്മുടെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിലോ, നമ്മുടെ ഓരോ വസ്തുക്കളിലും ഇതെനിക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നു എന്നുള്ളത് ആ ഗിവറിനെ അറിഞ്ഞുകൊണ്ട്, ആ ഗിവർ നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് അറിഞ്ഞുകൊണ്ട്, ആ പ്രവർത്തനം അറിഞ്ഞുകൊണ്ട്, ആ പെയിനിന് പിന്നിലും, പെയിൻ ഈസ് എ മെസ്സഞ്ചർ, അല്ലെങ്കിൽ വൂണ്ട് ഈസ് ദ പ്ലേസ് വെയർ ലൈറ്റ് എൻറ്റേഴ്സ്, അതിലൂടെ എന്നിലേക്ക് വന്ന ലൈറ്റ് എന്താണ്, അതിന്റെ ലൈഫിൽ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന ഒരു ഡയമെൻഷൻസിലൂടെ, ആ പ്രാക്ടീസിങ് മെത്തേഡ്സിലൂടെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരു ജേണി ഞാൻ ഒരു അനൗൺസ്മെന്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അങ്ങനെ ഒരു സ്പെഷ്യൽ, അപ്പൊ അവിടെ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ദുആ ആയിട്ട് മാറുന്നുണ്ട്. ആ പ്രാക്ടീസിങ് മെത്തേഡ് ജസ്റ്റ് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എഴുതൽ മാത്രമല്ല, അല്ലെ, അതെങ്ങനെ പ്രാർത്ഥനയാക്കി മാറ്റാം, ആ പ്രാർത്ഥനയാക്കി മാറ്റുന്ന സമയത്ത് നമ്മുടെ കോൺഷ്യസ്നെസ് എങ്ങനെ ചേഞ്ച് ആകുന്നു, നമ്മുടെ പെർസ്പെക്റ്റീവ്സ് എങ്ങനെ ചേഞ്ച് ആകുന്നു, അത് നമ്മുടെ സൈക്കോളജിക്കൽ തലത്തിൽ എന്ത് മാറ്റം കൊണ്ടുവരുന്നു, അങ്ങനെ നമ്മൾ എങ്ങനെ നമ്മുടെ ഡിപ്രഷൻസ് കാര്യങ്ങളൊക്കെ എങ്ങനെ നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ കാറ്റലിസ്റ്റ് ആയിട്ട് നമ്മുടെ ഓരോന്നിനും ആക്സിലറേറ്റർ ചെയ്യുന്ന, അവിടെ ഗ്രാറ്റിറ്റ്യൂഡ് റീഫ്രെയിമിംഗ് നടക്കുന്നുണ്ട്. ഗ്രാറ്റിറ്റ്യൂഡ് നമുക്ക് റീഫ്രെയിം ചെയ്ത്, അല്ലെ, ഗ്രാറ്റിറ്റ്യൂഡ് റീഫ്രെയിം എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഇപ്പൊ എന്റെ ഹസ്ബൻഡ് എന്നെ മൈൻഡ് ആക്കുന്നില്ല, എനിക്ക് വേണ്ടത്ര സ്നേഹം തരുന്നില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയാണെങ്കിൽ അതിനെ നമുക്ക് ഇങ്ങനത്തെ ഒരുപാട് സിറ്റുവേഷൻസ് നമ്മുടെ ലൈഫിൽ ഉണ്ടാകും, അല്ലേ, അല്ലേ, അതേപോലെ ചിലപ്പോ എന്റെ കുട്ടി എന്നെ കേൾക്കുന്നില്ലേ, കുട്ടി ഞാൻ പറയുന്നത് അനുസരിക്കുന്നില്ല, ഓ ലൈഫ് ഭയങ്കര ഡിഫിക്കൽട്ടാ, ജീവിക്കാൻ ഭയങ്കര പ്രയാസ, ഈ പ്രയാസത്തിൽ ഇരുന്നുകൊണ്ട് എനിക്ക് എങ്ങനെ ഇതിനോട് നന്ദി കാണിക്കാൻ പറ്റും എന്നൊക്കെ ചിന്തിക്കുമ്പോൾ ഇതിനൊക്കെ റീഫ്രെയിം ചെയ്യാൻ ഈ ഗ്രാറ്റിറ്റ്യൂഡിലൂടെ തന്നെ നമുക്ക്, ഞാനൊരു സെഷൻ എടുത്തിട്ടുണ്ട് മുമ്പ് എപ്പോഴോ, ഗ്രാറ്റിറ്റ്യൂഡ് ക്യാൻ ഹീൽ യു എന്ന് പറഞ്ഞിട്ട്. അവിടെ തെറ്റായ രീതിയിൽ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡിന് ചിലപ്പോൾ പഠിച്ചു വെച്ചിട്ടുണ്ടാകാം. അപ്പൊ ഞാൻ പറഞ്ഞു, ഇവിടെ റെഡിയാന്ന് പറഞ്ഞ കുറെ ആൾക്കാരുണ്ട്, റെഡിയാന്ന് പറഞ്ഞവർക്ക് ഒരു അങ്ങനെ ഒരു ജേണി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു മോർണിംഗിൽ ഗ്രാറ്റിറ്റ്യൂഡ് നമുക്ക് പ്രെയർ ആക്കി മാറ്റാൻ കഴിയുന്ന, അതിനെക്കുറിച്ച് ഖദീജ ഇവിടെ ഉണ്ടോ? ഖദീജ ഖദീജ ഇവിടെ ഉണ്ടോ? യെസ് മാം.
അതിനെക്കുറിച്ച് ശരിക്കും ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഒരു മോർണിംഗ് ദുആ ആക്കിയിട്ട്, ഒരു മോർണിംഗ് പ്രെയർ ആക്കിയിട്ട് നമുക്ക് മാറ്റാൻ പറ്റുകയാണെങ്കിൽ എത്ര ബ്യൂട്ടിഫുൾ ആയിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ബ്യൂട്ടിഫുൾ ആയിരിക്കോ? ആയിരിക്കോ? ആയിരിക്കും. ഇതേപോലെ നമ്മൾ റീഫ്രെയിം ഒക്കെ ചെയ്തിട്ട്, അല്ലേ, റീഫ്രെയിം ഒക്കെ ചെയ്തിട്ട് നമുക്ക് ആ ഗ്രാറ്റിറ്റ്യൂഡിനെ എങ്ങനെ എന്താ പറയാ, ആ രീതിയിൽ നമുക്ക് ഉൾക്കൊള്ളാനൊക്കെ പറ്റുകയാണെങ്കിൽ. ജസ്റ്റ് ഞാൻ അതിന്റെ പോസ്റ്റർ മാത്രം ഒന്ന് ഷെയർ ചെയ്തുതരാം കേട്ടോ. ജസ്റ്റ് നിങ്ങൾ കാണുന്നുണ്ടോ നോക്കിയേ. ബാക്കി കഴിഞ്ഞിട്ടില്ല കേട്ടോ, സെഷൻ കഴിഞ്ഞിട്ടില്ല. ആ നമ്പർ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഖദീജ. എൻ്റെ ഒരു പോസ്റ്റ് കാണുന്നുണ്ട്. ഓക്കെ മാം. കാണുന്നുണ്ടോ? ഹലോ, സ്ക്രീൻ കാണുന്നുണ്ടോ? കാണുന്നുണ്ട്, മനസ്സിലാവുന്നുണ്ട്. കാണുന്നുണ്ട്. മോർണിംഗ് ഫാബ്രിക് ദുവ ഇംഗ്ലീഷ് ഓപ്പണിംഗ് ദ യൂണിവേഴ്സ്. മാജിക് ഡോർ ഓഫ് മിറക്കിൾസ് എന്ന് പറഞ്ഞിട്ട് സെപ്റ്റംബർ 1 സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജേർണി. ഇത് ഭയങ്കര ഫീസ്. ഞാൻ സ്റ്റോപ്പ് ഷെയർ ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയേണ്ടവര് ചാറ്റ് ബോക്സിൽ നമ്പർ ഷെയർ ചെയ്തിട്ടുണ്ട്, ഒന്ന് ചോദിച്ചാൽ മതി. നമുക്ക് എങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡിനെ പ്രെയർ ആക്കി മാറ്റാം, അല്ലേ? ഗ്രാറ്റിറ്റ്യൂഡിനെ നമുക്ക് എങ്ങനെ പ്രാർത്ഥനയാക്കി എങ്ങനെ റീഫ്രെയിം ചെയ്യാം, ഇത് നിങ്ങൾക്ക് ഒരു അനുഭൂതിയുമായിട്ട് നമ്മൾ പല പ്രാക്ടീസും ചിലപ്പോൾ രാവിലെ മോർണിംഗ് പ്രാക്ടീസ് സേവേഴ്സ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചെയ്യുന്നുണ്ടാകും. പക്ഷേ ഇങ്ങനെ ഒരു പ്രാക്ടീസ്, ഇങ്ങനെ പ്രെയറോട് കൂടി നമ്മുടെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഇതിനൊക്കെ നിങ്ങൾ റീഫ്രെയിം ചെയ്തുകൊണ്ട്, അപ്പൊ അവിടെ പലപ്പോഴും തെറ്റ് എന്ന് ഞാൻ പറയുന്നില്ല, ഇനി വെറുതെ ആണെങ്കിൽ നമ്മൾ താങ്ക് യു എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഒരു ചേഞ്ച് വരുന്നുണ്ട്. പക്ഷെ ഇവിടെ ഒരു മിസ് ഇന്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് കണ്ടന്റ്മെന്റ് എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് കണ്ടന്റ്മെന്റ്, അതായത് നമ്മൾ ചെന്നെത്തുന്ന ഒരു സ്ഥലമുണ്ട്, ബീങ് ഗ്രേറ്റ്ഫുൾ. പലരും പറയുന്ന, നമ്മുടെ ഉമ്മമാരും നമ്മുടെ പലരും പറയുന്ന ഒരു സംഗതിയുണ്ട്. അവർ തെറ്റാണെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്, അവർക്ക് അതിലൊരു സമാധാനം ഉണ്ടാകും. ലാസ്റ്റ് നമ്മൾ പറയുന്ന ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക, അല്ലേ? പടച്ചോൻ ഇത്രയൊക്കെ തന്നിട്ടുണ്ട്, നമുക്ക് ഇതൊക്കെ മതി, അല്ലേ? ആ ഒരു കണ്ടന്റ്മെന്റ് ഉണ്ട്. ഉള്ളതിൽ സംതൃപ്തി അടയുക. നമ്മൾ മേലേക്ക് നോക്കുമ്പോഴാണ് പ്രശ്നം. നമുക്കുള്ളത് കൊണ്ട് നമ്മളങ്ങ്, അതല്ല ശരിക്കും ഗ്രാറ്റിറ്റ്യൂഡിൽ നിന്ന് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് കാണിച്ചുകൊണ്ട് ഈ അവിടെ രണ്ട് രീതിയിൽ, ഒന്ന് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക എന്ന് പറയുന്നതും, രണ്ട്, അല്ലേ, ആ രണ്ടാമത്തെ കാര്യം ആ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാന്ന് പറയുന്നതും, അതേപോലെ തന്നെ എന്താ പറയാ, കൂടുതൽ ആഗ്രഹിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്ന ആ ഒരു സംഗതികളൊക്കെ ഉണ്ടല്ലോ. ശരിക്കും രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞു വന്നത്, ഇഫ് യു ആർ ഗ്രേറ്റ്ഫുൾ ഐ വിൽ ഇൻക്രീസ് യു മോർ എന്നുണ്ടല്ലോ. നമ്മൾ നന്ദി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാല് നമുക്ക് കൂടുതൽ കിട്ടും. അപ്പൊ നമ്മളിങ്ങനെ എല്ലാത്തിനും ഇങ്ങനെ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. ആ ഒരു സ്റ്റേറ്റിൽ ഇരുന്നു കൊണ്ട് നന്ദി പറയുന്നതും, അതേസമയം നമ്മൾ ശരിക്കും അത് ഫീൽ ചെയ്തുകൊണ്ട് എനിക്കിനൊന്നും വേണ്ട, എനിക്ക് തന്നെ മതി, എനിക്ക് കിട്ടിയത് എനിക്ക് അധികമാണെന്ന് പറഞ്ഞിട്ട് നമ്മളൊന്നും ചോദിക്കാനും പറയാനും ഇല്ലാത്തൊരവസ്ഥയിൽ ഇരുന്ന് കൊണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു സംഗതി ഉണ്ടല്ലോ, എന്നാ പിന്നെ ഇതുകൂടെ ഈ വെച്ചോന്ന് പറഞ്ഞിട്ട് തരുന്ന ഒരു സംഗതി ഉണ്ടല്ലോ, അവിടെയാണ് ശരിക്കും ഗ്രാറ്റിറ്റ്യൂഡ് പ്രെയർ ആയി മാറുന്ന മാജിക് എന്ന് പറഞ്ഞത്, അല്ലേ? അപ്പൊ നമുക്ക് ഒരുപാട് അപ്പൊ ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കുക, അല്ലെങ്കിൽ ഉള്ളതിൽ തൃപ്തിപ്പെടുക എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഒരിക്കലും നമ്മുടെ അംബിഷൻസോ നമ്മുടെ ആഗ്രഹങ്ങളോ നമ്മുടെ ഡ്രീംസോ ഇതൊക്കെ അഹങ്കാരാണ്. നമ്മൾ ഈ ലോകത്തെ ആഗ്രഹിക്കാൻ പാടില്ല. ദുനിയാവെന്ന് പറയുന്നത് ഭയങ്കര ഒരു തെറ്റാണ്. ദുനിയാവിൽ പെട്ടുപോകാൻ പാടില്ല. ഒരുപാട് പേര് അങ്ങനെ പെട്ടിട്ട്, എൻ്റെ അടുത്ത് ലാസ്റ്റ് വന്നൊരു ക്ലയന്റ് എന്ന് പറഞ്ഞാല് പുറത്തേക്ക് നോക്കാൻ പോലും, നിങ്ങൾ ആലോചിച്ച് നോക്കണം, എക്സ്ട്രീം പോസിറ്റിവിറ്റി എന്നുള്ള പേരില് പഠിച്ചോനെ ഇതൊക്കെ ദുനിയാവല്ലേ, ദുനിയാവിലേക്ക് നോക്കാൻ പാടുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട്, നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ശരിക്കും അത് ഗ്രാറ്റിറ്റ്യൂഡ് ആണോ? ശരിക്കും അത് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടിട്ട് എനിക്കൊന്നും വേണ്ടാന്ന് വെക്കുന്നൊരവസ്ഥ അതാണോ? ആണോ? അതിലേക്കാണോ നമ്മൾ എത്തേണ്ടത്? ആണോ? അപ്പോൾ ആ ഒരു നന്ദിയിലായിരിക്കാന്ന് പറയുന്ന അവസ്ഥ, അല്ലെങ്കിൽ ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കാന്ന് പറയുന്ന അവസ്ഥ, അതിൽ നമ്മുടെ എല്ലാ പ്രോബ്ലംസിനെ കൂടി നമുക്ക് റീഫ്രെയിം ചെയ്തുകൊണ്ട് നമ്മൾ ദാറ്റ് എക്സ്ട്രീം ലെവൽ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്, ചിലപ്പോൾ നമ്മൾ ബൈ പ്രാക്ടീസ് നമ്മൾ ഓരോ കാര്യത്തിലും എൻ്റെ ഹെൽത്തിനെ കുറിച്ചാണെങ്കിലും വെൽത്തിനെ കുറിച്ചാണെങ്കിലും ഫിനാൻസിനെ കുറിച്ചാണെങ്കിലും നമ്മൾ ഇങ്ങനെ നമ്പർ 1 2 3 ഇട്ടിട്ട് പോകുന്നുണ്ടാവും. നമ്മൾ അഡ്വാൻസ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞൊരു പ്രാക്ടീസ് ഉണ്ട്, അതൊക്കെ ചെയ്യുന്നുണ്ടാകും. അതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മൾ ഈ ഒരു സ്റ്റേറ്റ് ആക്സസ് ചെയ്തുകൊണ്ട്
അല്ലേ? ഈ റിയലി ഈ ഒരു കിട്ടിയ സംഗതിയെ അറിയലും അതിനെ എക്സ്പീരിയൻസ് ചെയ്യലും അല്ലേ, അതിന് പിന്നെയുള്ള ആ ഒരു ഒരു എന്താ പറയാ, ദാറ്റ് അൾട്ടിമേറ്റ് പ്രൊവൈഡർ ഉണ്ടല്ലോ, ആ പ്രൊവൈഡറിനെ, ആ ഗിവറെ അറിയലും, ആ ഗിവർ അവിടെ അങ്ങനെ ചിന്തിച്ചു പോകുന്ന സമയത്താണ് നമ്മുടെ വൂണ്ടിലൂടെ ലൈറ്റ് എൻ്റർ ചെയ്യുക. വൂണ്ട് ഇസ് എ പ്ലേസ് വെയർ ലൈറ്റ് എൻറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് എന്ത് സംഭവിക്കുന്നത്, ആ പെയിൻ ഒരു മെസ്സഞ്ചർ ആയിട്ട് കണ്ടിട്ട് അതിനെ റീഡ് ചെയ്യാൻ, അല്ലേ? നമ്മളോട് തുടക്കത്തിലേ പറഞ്ഞിട്ടുള്ള റീഡ് ചെയ്യാനാ, തുടക്കത്തിലേ പറഞ്ഞിട്ടുള്ളത്, അല്ലേ? വായിക്കാനാണ്, വായിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യമായിട്ട് ഇറങ്ങി കൊടുത്ത ആയത്തും വായിക്കുക എന്ന് പറയുമ്പോ, പക്ഷേ വായിക്കാൻ ഒട്ടും അറിയാത്ത ഒരാളോട് അത് പറയുന്നത്. അപ്പൊ ഇങ്ങനെ അത് എങ്ങനെ വായിക്കണം? പലപ്പോഴും ലൈഫിൽ ഒരു എക്സ്പീരിയൻസ് വരുമ്പോൾ പോലും അത് ഗ്രാറ്റിറ്റ്യൂഡിന്റെ കണ്ണിലൂടെ നോക്കാനോ, അതൊരു മെസ്സഞ്ചർ ആണെന്ന് കാണാനോ, അതിലൊരു ലൈറ്റ് ഉണ്ട് എന്ന് കാണാനോ, അല്ലെങ്കിൽ അത് നമുക്ക് തരുന്ന അതിന് പിന്നിൽ ബ്ലെസ്സിങ്സ് വരാനുണ്ട്. നമ്മൾ വെറുതെ അങ്ങനെ പറയാം, എവറിത്തിങ് ഹാപ്പൻസ് ഫോർ എ ബ്ലെസ്ഡ് റീസൺ. സംഭവിക്കുന്നതെല്ലാം നല്ലതിന്. ഇത് എന്തറിഞ്ഞിട്ടാണ് നമ്മൾ പറയാ, ശരിക്കും അതിന്റെ ഒരു കോർ മെസ്സേജോ അതിന് പിന്നിലുള്ള ഗ്രാറ്റിറ്റ്യൂഡോ ഒക്കെ അറിഞ്ഞുകൊണ്ട് പറയുമ്പോൾ നമുക്ക് സംഭവിക്കുന്ന എല്ലാം നല്ലതിന്, എന്നാലും ഇങ്ങനെ സംഭവിച്ചില്ല എൻ്റെ ലൈഫിൽ, അല്ലേ? നമ്മൾ ഫിലോസഫിക്കലി അങ്ങനെ പറയുമ്പോഴേ നമ്മുടെ ഉള്ളിൽ എന്താണ്, ഇതൊക്കെ നല്ലതിനാണെന്ന്, ഒക്കെ നല്ലതിനാ, ലാസ്റ്റത്തെ ഒരു ഒക്കെ നല്ലതിനാണ് എന്ന് പറയുന്ന ഒരു സംഭവമാണോ? അല്ലെങ്കിൽ ആ ഒരു ഫേംനെസ് ഉണ്ടല്ലോ, ആ ഒരു ഉറപ്പുണ്ടല്ലോ, ഇത് തരുന്ന ഒരു സ്പേസിനെ അറിഞ്ഞുകൊണ്ട് ഇത് നല്ലതിന് തന്നെയാണ്, എനിക്ക് അതിപ്പോഴേ റീഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ അതിനെ മുൻകൂട്ടി കാണുമ്പോൾ, നമ്മൾ ആ മുൻകൂട്ടി കാണുമ്പോൾ നമ്മുടെ വേറൊരു പ്രാക്ടീസ് അവിടെ ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെ ഒന്ന് അഡ്വാൻസ് ഗ്രാറ്റിറ്റ്യൂഡ് ആയിട്ട് എഴുതുന്ന കാരണം നമ്മളിങ്ങനെ മുന്നിലൂടെ നമ്മൾ കാണുകയാണ്. അവിടെയാണ് ഗ്രാറ്റിറ്റ്യൂഡ് പ്രെയർ ആയിട്ട് മാറുന്നത്, പ്രാർത്ഥനയായിട്ട് മാറുന്നത്, അഡ്വാൻസ് ആയിട്ട് പ്രെയറാണ്. അപ്പൊ നമ്മൾ പ്രെയർ ആ സെൻസിൽ ചെയ്യുമ്പോഴാണ് അവിടെ വിശ്വാസമായിട്ട് മാറുന്നത്, പ്രെയർ ആയിട്ട് മാറുന്നത്, ആ പ്രെയറിന് നമുക്ക് ആൻസർ കിട്ടുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ വീണ്ടും ഞാൻ പറഞ്ഞത്, ആ ഒരു ദുആ, മോർണിംഗ് പ്രെയർ എന്ന് പറയുന്ന, മോർണിംഗ് ദുആ എന്ന് പറയുന്ന ആ ഒരു ജേണിയിൽ ഇവിടെ ഖദീജ നമ്പർ ഷെയർ ചെയ്തിട്ടുണ്ട്. നമ്മൾ സൂൺ അത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതും നമ്മുടെ കോഴ്സിന്റെ ഫീ എന്നൊക്കെ പറഞ്ഞാൽ വലിയ വലിയ ഫീസുകളാണ്. പക്ഷെ ഇത് അതൊന്നുമില്ല, മൈന്യൂട്ടായിട്ട് എൻ്റെ ഒരു ഇപ്പൊ പാരന്റിങ് കോച്ചിങ് കൂടെ കഴിഞ്ഞ് വന്നപ്പോൾ എല്ലാവരിലേക്കും ഇത് എത്തണം, എല്ലാവർക്കും ഇതൊന്ന് കിട്ടണം എന്നുള്ള ഒരു ഇന്റൻഷനിൽ ഒരു അനൗൺസ്മെന്റ്, അതിന്റെ ഒരു എന്താ പറയാ, ആ ഒരു ഇപ്പൊ 4 days പാരന്റിങ് കോച്ചിങ് കഴിഞ്ഞ് വന്നപ്പോൾ അവിടെ കിട്ടിയ ഏറ്റവും വലിയ ലെസണുകളും ഇങ്ങനെയൊക്കെ തന്നെ ഓരോ ലെസൺസ് ആണ്. അപ്പോൾ അതിൽ നിന്ന് കിട്ടിയ എനിക്ക് ഉണ്ടായിട്ടുള്ള ഒരു ഇൻസൈറ്റിന്റെ പുറത്താണ് അപ്പൊ ഈ ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്ത് 1 month. അപ്പൊ ആർക്കും കയറി വരാൻ പറ്റും, ആർക്കും ഇത് എൻജോയ് ചെയ്യാൻ പറ്റുന്ന, ആർക്കും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിൽ ഈ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. കോഴ്സ് എന്ന് പറഞ്ഞു വിടട്ടോ, ഇതൊരു കോഴ്സ് അല്ല, ഇത് ശരിക്കും ഒരു കോഴ്സ് അല്ല, ഇതൊരു മോർണിംഗ് ദുആ. ഞാൻ പറഞ്ഞ പോലെ ഒരു മോർണിംഗ് ദുആ ആണ്, ഒരു പ്രെയർ ആണ്. നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡിനെ അവർ പ്രെയർ ആക്കി മാറ്റാണ്. ഒരു 40 minutes ആ മോർണിംഗിൽ നമ്മൾ ആ ദുആയിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു മാറ്റങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതിന്റെ ടൈം ഒരു പക്ഷേ മോർണിംഗ് തന്നെ ആയിരിക്കും, മോർണിംഗ് ദുആ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ആർക്കെങ്കിലും ചിലപ്പോൾ പകൽ ടൈമിൽ നമ്മൾ, അതാണ് മോർണിംഗ് സേവേഴ്സ് പ്രാക്ടീസിന്റെ ഒക്കെ അപ്പുറത്തേക്കുള്ള ഒരു പ്രാക്ടീസ് ആണത്. ചിലപ്പോൾ അതിന്റെ ഒരു സെഷൻ നമ്മൾ ചിലപ്പോൾ പിന്നെ GCC ഉള്ളവർക്കൊക്കെ അറ്റൻഡ് ചെയ്യാൻ വേറൊരു ടൈമൊക്കെയാണ് ഓക്കെ എങ്കിൽ നമ്മൾ വേറെ ടൈമിലേക്കും കൂടെ ഒക്കെ അത് വെക്കുന്നതായിരിക്കും. പക്ഷെ ഇപ്പൊ നമ്മൾ കറന്റ് മോർണിംഗ് ദുആ എന്ന് പറഞ്ഞിട്ടാണ് അത് അനൗൺസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഗ്രാറ്റിറ്റ്യൂഡിനെ അറിഞ്ഞ് അനുഭവിച്ച് വെറും നമ്പർ ഇട്ട് പോയി എഴുതി പോകുന്ന ഒരു സംഗതിയോ, വെറും ബൈ വേർഡ്സ് താങ്ക് യു എന്ന് പറയുന്നതൊക്കെ അപ്പുറത്തേക്ക് ഇത് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞേ, ആരെങ്കിലും ഉണ്ടെങ്കിൽ. GCC ഉള്ളവരെ ഷമീറ മാം കൺസിഡർ ചെയ്യാം. സമീറ മാമിന് ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? എന്തെങ്കിലും പറയാനുണ്ടോ സമീറ മാം? യെസ് യെസ്, അൽഹംദുലില്ലാ, എനിക്ക് ഒരുപാട് പറയാനുണ്ട്. ഇപ്പോ എവിടെ ഗ്രാറ്റിറ്റ്യൂഡ് സെഷൻ കണ്ടാലും ഞാൻ അത് അറ്റൻഡ് ചെയ്യും. ഇപ്പോ എനിക്ക് വലിയൊരു അൽഹംദുലില്ലാ ഈ ഗ്രാറ്റിറ്റ്യൂഡ് സെഷൻ അറ്റൻഡ് ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ ഒരു വൈബ്രേഷനാണ് നമ്മളുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വരുമ്പോൾ. കാരണം നമ്മൾ അള്ളാഹുവിന്റെ ആ ഒരു റഹ്മത്തിനെ പറ്റിയും കാരുണ്യത്തിനെ പറ്റിയൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ. സോ നമ്മൾ എത്രമാത്രം ഗ്രേറ്റ്ഫുൾ ആണ്. ഇപ്പൊ ഞങ്ങള് കുറച്ച് മാസങ്ങളായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഹസ്ബൻഡിന്റെ ഒരു വിസ പ്രോസസ്. ഈ ഒരു എന്താ പറയാ, ഈ ഒരു നിമിഷത്തിൽ തന്നെ എനിക്കൊരു ഫോം വന്നു ഇൻ ബിറ്റ്വീൻ. അത് ശരിയായി എന്ന് പറഞ്ഞിട്ട് അതിന്റെ മന്തൂപ്പ് വിളിച്ചൊരു, എന്താ പറയാ, ഞാനിങ്ങനെ ശരിക്കും ഞാൻ പോയിട്ട് സുജൂദ് ചെയ്ത് വന്നു. അപ്പൊ എനിക്കൊന്ന് ബ്രേക്കായി.
പക്ഷെ ഞാൻ പറയാ എപ്പോഴും അങ്ങനെയാ നമ്മൾ ആ ഒരു ഗ്രേറ്റ്ഫുൾ സിറ്റുവേഷനിൽ ഇരിക്കുമ്പോൾ ഇപ്പൊ പറഞ്ഞല്ലോ അപ്പൊ മമത അല്ലെങ്കിൽ ഒരുപാട് പേരുടെ രോഗങ്ങൾ വരെ മാറുന്നുണ്ട്, നമ്മളുടെ ആ ഒരു ബ്ലഡിന്റെ ടെക്സ്ചർ, നമ്മളുടെ മൈൻഡിന്റെ കാര്യങ്ങള്. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത്. ഗ്രാറ്റിറ്റ്യൂഡിന്റെ സെഷൻ എന്ന് പറയുമ്പോൾ അപ്പൊ ഈ ഗ്രാറ്റിറ്റ്യൂഡ് സെഷൻ അറ്റൻഡ് ചെയ്യുമ്പോഴും അതെ, എനിക്ക് നല്ലൊരു ന്യൂസാ കിട്ടിയത്. അപ്പൊ ആ ഒരു ഹാപ്പി ന്യൂസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാണ്. പ്ലസ് താങ്ക് യു. പിന്നെ വർക്ക്ഷോപ്പ് തുടങ്ങാന്ന് പറഞ്ഞ് ഫസ്റ്റ് ഞാൻ തന്നെ പേര് തരികയാണ്. ഒരുപാട് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, ബട്ട് സ്റ്റിൽ നമ്മൾ എത്ര പറഞ്ഞാലും, കാരണം ഇന്നിപ്പോ മാമ പറഞ്ഞ മാതിരി നമുക്കില്ലാത്ത കാര്യം എന്താന്ന് ചോദിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾക്ക് ഇങ്ങനെ ടപ്പട്ടപ്പേന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ പറയും, പക്ഷെ ഉള്ളതിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അത് കൗണ്ട്ലെസ്സാ, നമുക്കത് കൗണ്ട് ചെയ്താൽ തീരില്ല. അപ്പൊ അതൊക്കെ ഇങ്ങനെ നമ്മള് ചിന്തിക്കുന്നുണ്ട്. ശരിയാണ്, ഇന്നിപ്പോ റസീന മാം അത് കറക്റ്റ് പറഞ്ഞു. അതൊക്കെ നമ്മളിങ്ങനെ എന്തോ ഒരു വലിച്ചു നീട്ടി അങ്ങനല്ല, അത് നമ്മളുടെ ലൈഫിൽ നിന്ന് ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി അതിങ്ങനെ വരണം എന്നുള്ളത്. അപ്പോ ശരിക്കും എന്താ പറയാ, എന്റെ കണ്ണൊക്കെ ഇങ്ങനെ നിറയാ. താങ്ക് യു അൽഹംദുലില്ലാ സമീറ മാം. അൽഹംദുലില്ലാ, അങ്ങനെയാണെങ്കിൽ സോ ഇപ്പൊ മച്ച് ഫസ്റ്റ് ഗ്രേറ്റ്ഫുൾ. എൻറോൾമെന്റ് സമീറ മാമിന് വേണമെന്ന് പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ യെസ്, ഇതാണ് അതിന്റെ പേയ്മെന്റ്. ആക്ച്വൽ പേയ്മെന്റ് 999 ആണ്, പക്ഷെ നിങ്ങൾക്കുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ 499, 499 രൂപ ഒരു താങ്ക് മാസത്തേക്കാണ്. യു, താങ്ക് യു. കേട്ടോ? ഇൻഷാല്ലാ ഞാൻ ജോയിൻഡ്. താങ്ക് യു സമീറ ഞാൻ മാം. ജോയിൻ. ഇപ്പൊ ഇവിടെ ഓക്കെ ഫീസും ഓക്കെ. ആരൊക്കെയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ഉള്ളൊരു പേയ്മെന്റിന്റെ സാധാരണ നമ്മൾ കോഴ്സിന് ഒരു ബൗണ്ടറി വെക്കും, ഒരു ഇത്രയാണ് ഫീസ് എന്നുള്ളത്. സെറീന മാം, ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇവിടെ പിന്നെ ആ പേയ്മെന്റ് ഡീറ്റെയിൽസും കൂടെ എന്റെ ഗൂഗിൾ നമ്പർ കൂടി ഒന്ന് ഷെയർ ചെയ്തുതരാം. നിങ്ങൾക്ക് ഇപ്പൊ തന്നെ എൻറോൾ ചെയ്യാം. ഇവിടെ അടയ്ക്കേണ്ട പേയ്മെന്റ് എന്ന് പറഞ്ഞാല് 499 to 999 എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ഇടയിലുള്ള നിങ്ങൾക്ക് എത്രയാണോ നിങ്ങളുടെ മൈൻഡിൽ തോന്നുന്നത്, ഒരിക്കലും ഇതിനൊരു ഫിക്സഡ് പേയ്മെന്റ് അല്ല. ഒരിക്കലും ഇതിന്റെ ഫിക്സഡ് പേയ്മെന്റ് അല്ല. നമ്മൾ ആളുകൾ 5:30 ആണ് ഇപ്പൊ കണ്ട സമയം. 5:30 അല്ലെങ്കിൽ 6 o'clock, അതാണ് ഇപ്പൊ GCC കൺട്രീസിലുള്ളവരെ കൺസിഡർ ചെയ്തിട്ട് അവർക്കുള്ളൊരു സമയം കൂടെ നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അവർക്ക് ഈ ഒരു മോർണിംഗ് ഈ ഒരു സമയം ഓക്കെ അല്ലെങ്കിൽ, അവർക്ക് ഈ ഒരു സമയം ഓക്കെ അല്ലെങ്കിൽ, അപ്പൊ നിങ്ങൾ എന്ന് പറഞ്ഞാല് എന്താ പറയാ, ഇതിനിടയിൽ 4 ഇങ്ങനെ ഒരിക്കലും ഒരു ഫീസ് ഞാൻ ഇങ്ങനെ ആലോചിക്കണം, ഫീസ് ഇപ്പൊ എത്ര വെക്കാം. അപ്പൊ ഫീസ് എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് നമുക്കറിയാം ഇതൊരു ദുആ ആക്കി മാറ്റുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു എമൗണ്ട്. അപ്പൊ ലാസ്റ്റ് അതിന് ഒരു ബൗണ്ടറി എന്തായാലും വേണമല്ലോ. അപ്പൊ അതാണ് 499, ഒരു ലിമിറ്റ് വേണമല്ലോ. അതുകൊണ്ടാണ് 499-നെയും 999-നെയും ഇടയിലുള്ള ഏതെങ്കിലും ഒരു എമൗണ്ട്, നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ഒരു എമൗണ്ട് എത്രയാണോ. സമീർ മാം പേ ചെയ്തോ? താങ്ക് യു മാം. അപ്പൊ ഇത് നിങ്ങൾക്ക് യെസ് മാം, പേ ഞാൻ പേ ചെയ്തുകൊണ്ട് ചെയ്തു. ഇതില് ആ താങ്ക് യു ഓക്കെ. സമീർ. ലൈവ് സെഷൻസ് ആണോ ഇത്? ലൈവ് സെഷൻസ് ആണ്, ഒരിക്കലും റെക്കോർഡ് അല്ല, ലൈവ് അപ്പൊ സെഷൻ. ഞങ്ങളും കൂടിയും ടൈം ഒന്ന് കൺസിഡർ ചെയ്യണേ. തീർച്ചയായിട്ടും, കാരണം തീർച്ചയായിട്ടും. നാട്ടിലെ 6 എന്നൊക്കെ പറയുമ്പോ ഇവിടെ 3:30, 4 അങ്ങനെയൊക്കെ വരുമ്പോഴേ നമുക്ക് ആ സമയം നിങ്ങൾക്ക് അറിയാലോ, നമുക്ക് എണീറ്റിരിക്കുന്ന ഒരു ഭയങ്കര ചലഞ്ചുള്ള ഒരു ടൈമാണ്. ഓക്കെ. അപ്പോ അങ്ങനെ ഇവിടെ 5 എന്ന് പറയുമ്പോ നമുക്ക് നാട്ടിലെ 7:30, നിങ്ങളും കൂടിയും നമുക്കിത് ഏത് സമയത്തും വെക്കാൻ പറ്റുന്ന ഒരു പ്രാക്ടീസ്. ഇത് മോർണിംഗിൽ തന്നെ, മോർണിംഗ് ദുആ എന്ന് പറഞ്ഞാൽ മോർണിംഗിൽ തന്നെ വേണം, പോസിബിൾ അല്ലെങ്കിൽ ആയിട്ടുള്ള ഒരു ടൈം ഒന്ന് കൺസിഡർ. പ്രാക്ടീസോ അങ്ങനെയൊന്നും അല്ല. ഇത് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡിലായിരിക്കുന്ന, ഗ്രാറ്റിറ്റ്യൂഡിനെ പ്രെയർ ആക്കി മാറ്റുന്ന ഒരു സംഭവമാണ്. സിമ്രം എന്തെങ്കിലും പറഞ്ഞോ? താങ്ക് യു. ഇല്ല, താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. ഓക്കെ ഓക്കെ. അപ്പൊ ഇതില് ഇത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ നമ്മുടെ മെഡിറ്റേഷൻസും അഫർമേഷൻസും അല്ലെ, അതിലൊക്കെ എന്തുണ്ടാവും, നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുമ്പോഴും അഫർമേഷൻസ് പറയുമ്പോഴും വിഷ്വലൈസ് ചെയ്യുമ്പോഴും അല്ലെ, നമ്മുടെ ഓരോ കാര്യത്തിനും നമ്മൾ എന്ത് കൊടുക്കും, ഒരു ഗ്രാറ്റിറ്റ്യൂഡിന്റെ ബ്ലെൻഡ് കൊടുത്തുകൊണ്ടുള്ള ഒരു ആക്ട് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, അതേ ഒരു പ്രാക്ടീസ് ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഒരു സെക്കൻഡ്. ഞാൻ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്തിട്ടേ ഉണ്ടായിരുന്നു. അപ്പത്തേക്ക് സെമിറാം പേയ്മെന്റ് നടത്തിയില്ലേ? ഇതിലേക്ക് ആർക്കെങ്കിലും ഈ ഒരു ഇതിൽ നിന്നുകൊണ്ട് അല്ലേ, നമുക്ക് നമ്മുടെ മാറ്റാണ്, നമ്മുടെ ചേഞ്ച് ആണ്, ആർക്കെങ്കിലും എൻറോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. എന്നാലും ഇവിടെ ആർക്കെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ഞാൻ പേയ്മെന്റ് ഡീറ്റെയിൽസ്, പേയ്മെന്റ് നമ്പർ തന്നിട്ടുണ്ട്. പിന്നെ കുറിച്ച് വേറെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടോ നമുക്ക് ചോദിക്കാൻ. ലൈവ് ആയിരിക്കും കേട്ടോ, ലൈവ് ആയിരിക്കും. ഒരു 1 month നമ്മളിങ്ങനെ കൊണ്ടുപോകുന്ന ഒരു ജേണിയാണ്. അതില് എന്തുണ്ടാവും എന്ന് ഞാൻ പറയില്ല. ഇതിൽ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാകും,
നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് സ്റ്റേറ്റിലായിരിക്കും. നമ്മളിപ്പോൾ ഓരോ കോഴ്സ് ഇറക്കുമ്പോൾ അതിൽ അതുണ്ടാകും ഇതുണ്ടാകും നമ്മൾ അങ്ങനെ പറയാറുണ്ട് 1 by 1 ആയിട്ട്. ഇതിന് അങ്ങനെ ഒന്നും പറയുന്നില്ല. നിങ്ങൾ ട്രസ്റ്റ് ചെയ്തിട്ട് ഇഫ് യു ബിലീവ് ഇൻ ഗ്രാറ്റിറ്റ്യൂഡ്, ആ ഗ്രാറ്റിറ്റ്യൂഡിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിലേക്ക് കടന്നു വരാം. കാരണം ഇത് അങ്ങനെയുള്ളൊരു പ്രോഗ്രാമാണ്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു പേയ്മെന്റ് 499 to 999 ഇതിൽ നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പേയ്മെന്റ്. ഓരോരുത്തർക്കും ഓരോ സ്റ്റേജ് ആയിരിക്കും, എനിക്കറിയാം. ഓരോരുത്തർക്കും ഓരോ സ്റ്റേജ് ആയിരിക്കും. പണത്തിന്റെ കാര്യത്തിലായാലും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പണത്തിന്റെ കാര്യത്തിലൊക്കെ ഓരോ സംഗതികൾ ഉണ്ടാകും. അപ്പൊ ആ ലെവലിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിൽ ജോയിൻ ചെയ്യാം. അപ്പൊ അത്രയും പറഞ്ഞുകൊണ്ട് ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കാം. ഡൗട്ട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഓൺ ദാറ്റ് നോട്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടോ? വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഹലോ, അസ്സലാമു അലൈക്കും. വാലേക്കും സലാം. ആരാണ്? ഞാൻ ആദ്യമായിട്ട് കയറിയതാണ്. ആ, ഒരു ഡൗട്ട് ചോദിക്കാൻ വേണ്ടി കയറിയതാണ്. സെലീന മാം ആണോ? അല്ലല്ല, ഫാത്തിമ എന്ന് പറയും. പുതിയ ആളാണ്. ഞാൻ ഇതുവരെ ക്ലാസ് ഒന്നും കേട്ടില്ല. ആ, ഒരാളെ പുതിയ ആളാണ്. ഓക്കെ ഓക്കെ, ചോദിച്ചോളൂ. അപ്പം പിന്നെ നമുക്ക് ഇതിപ്പോ കേൾക്കാൻ ടൈമിന് അപ്പൊ ആ ടൈമിന് നമുക്ക് ഓക്കെ അല്ലാണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? റെക്കോർഡ്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും? എന്താ നിങ്ങൾ ലൈവ്? നിങ്ങൾ എവിടുന്നാണ് ഫാത്തിമ മാം? ഞാന് കാലിക്കറ്റ് തന്നെ. കാലിക്കറ്റ് കാലി- തന്നെയാണ്. നിങ്ങൾ വർക്കിംഗ് ആണോ? നിങ്ങൾ ഈ സമയം മോർണിംഗ് 5:30 അല്ലെങ്കിൽ ഈ ഒരു ഉച്ചയ്ക്കുള്ള ഒരു ടൈം ഒന്നും പറ്റാത്ത അല്ലെങ്കിൽ മോർണിംഗ് 5:30 അല്ലെങ്കിൽ വർക്കിംഗ് ആണോ? നമുക്ക് അല്ലല്ല, വർക്കിംഗ് അല്ല. 6:30 5:30 ഒക്കെ ഓക്കെ. 6:30 അല്ല, 6 അങ്ങോട്ട് പറ്റൂല നമുക്ക്. 5:30 ഒക്കെ കുട്ടികളൊക്കെ ഓക്കെ ആണല്ലോ. സ്കൂളിൽ 5:30 ഓക്കെ ആണല്ലോ. മാഡം 5:30 എന്ന് പറയുമ്പോൾ സുബീസ്കാരം തുടങ്ങുന്ന 5:30 ഇപ്പോ. ആ, എല്ലാവരും പള്ളി പോകുന്ന സമയമല്ല, അത് നോക്കണ്ടേ? അത് നോക്കണം. ഗഫൂർക്ക വരുന്നുണ്ടെങ്കിൽ അത് നോക്കും. 5:30 പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ പുലർച്ചെ 3 മണിയാണേ. ഉം. എല്ലാരെയും ഇവിടെ കൺസിഡർ കുവൈറ്റ് ചെയ്തുകൊണ്ട് ഇത് നടത്തും. ഇങ്ങനത്തെ എല്ലാരെയും കൺസിഡർ ചെയ്തുകൊണ്ട് നടത്തും. ഇപ്പൊ ഞാൻ 2 ടൈമിട്ട് നടത്തണം എന്നുണ്ടെങ്കിൽ 2 ടൈമിൽ നടത്തും. ഞാൻ മാം ലൈവായിട്ട് ചോദിക്കുന്നത് തന്നെ കയറണം. ലൈവായിട്ടല്ല, ഇൻ കേസ് കേറി. നിങ്ങൾക്ക് ഒരു ദിവസം മിസ് ആവുകയാണെങ്കിൽ റെക്കോർഡൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യാം. പക്ഷെ അത് ലൈവായിട്ട് തന്നെ നമ്മൾ ആ പ്രാർത്ഥനയിലായിക്കൊണ്ട് ഇങ്ങനെ പോകുന്നവര് ഇത് മോർണിംഗ് ദുവാ എന്ന് പറയുമ്പോൾ ദുവാ മജ്ലിസ് ആണോ എന്നൊന്നും ചോദിക്കരുത്. നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് ആണ് മെയിൻ ആയിട്ട്. ഞാൻ ചോദിച്ചാ ഓക്കെ. ശരിക്കും അപ്പൊ റെക്കോർഡ്സ് പ്രൊവൈഡ് ചെയ്യലുണ്ടാവില്ല അല്ലേ ഇതിന്? റെക്കോർഡ്സ് നിങ്ങൾക്ക് എന്താ പറയാ, ഏതെങ്കിലും ഡെയിലി റെക്കോർഡ്സ് എന്നുള്ളതിന് അങ്ങേപ്പുറത്തേക്ക് ഏതെങ്കിലും ഒരു ദിവസമൊക്കെ മിസ് ആവുകയാണെങ്കിൽ റെക്കോർഡിംഗ് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ. തന മാമിന്റെ നമ്പർ വേണമെങ്കിൽ, അല്ലെങ്കിൽ എന്റെ നമ്പർ ഉണ്ടോ കയ്യിൽ? ഇപ്പൊ ഞാൻ ഷെയർ ചെയ്ത നമ്പർ ഇല്ലേ, ജസ്റ്റ് അവരൊന്ന് കണക്ട് ചെയ്തോളൂ കേട്ടോ. ബാക്കി എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ധന എന്നാണ് ഞാനിവിടെ കാണുന്നത്. ഇനി വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് മാം, ആ ഒരു ഖദീജ, ഞാൻ അല്ല എന്റെ മാഡം ഗ്രാറ്റിറ്റ്യൂഡിന്റെ എക്സ്പീരിയൻസ് കൂടി ഷെയർ ചെയ്യാം. ഒരു സെക്കൻഡ് ഖദീജ, റസീം ഒരു മാം, സെക്കൻഡ് ഖദീജ ഷെയർ ചെയ്തോളൂ. ആ ഞാൻ ഞങ്ങളിപ്പോ എന്റെ ഗ്രാറ്റിറ്റ്യൂഡിന്റെ എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്യുന്നത്. ഉം. എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഉം, കല്യാണം കഴിഞ്ഞിട്ട് 3 അബോർഷൻസ് ഉണ്ടായിരുന്നു, മിസ്കാരേജസ്. അപ്പൊ ഞാൻ ഭയങ്കര ഡിപ്രഷനിലായിരുന്നു ആ സമയത്തൊക്കെ. ഒരു 2 മന്ത് ആകുമ്പോഴേക്കും മിസ്കാരേജ് ആയിട്ട് അബോർഷൻ ആയിട്ട് പോകും. അപ്പോൾ അങ്ങനെ ഞാൻ നമ്മുടെ 3-ാമത്തെ പ്രാവശ്യം അബോർഷനായ സമയത്ത് ഹോസ്പിറ്റലിലായ സമയത്ത് അവിടുന്ന് ഞാൻ ഒരാളെ പരിചയപ്പെട്ടു. അപ്പോൾ അവര് 15-ാമത്തെ പ്രാവശ്യം അബോർഷനായിട്ട് വന്നവരാണ്. ഉം. അപ്പൊ ഞാൻ അന്ന് എന്റെ മനസ്സിലേക്ക് ഭയങ്കര എനിക്ക് 3 ആയിട്ടില്ല. അപ്പൊ അവരുടെ അവസ്ഥ, ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളതിൽ വന്നിട്ട് ഞാൻ അന്നൊക്കെ ഞാനിങ്ങനെ ജേർണലിങ് തുടങ്ങുന്ന സമയമാണ്. ഉം. അപ്പൊ അന്ന് ഞാൻ ഭയങ്കര അന്ന് മൈൻഡ്ഫുൾ ആയിട്ട് ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതി. എനിക്ക് 3 ആയിട്ടുള്ളൂ. അപ്പൊ അവരുടെ അവസ്ഥ ആലോചിച്ചിട്ട് ഇപ്പൊ 3 തന്നുള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഇതിൽ ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതി. പിന്നെ പിറ്റേത്തെ മാസം തന്നെ ഞാൻ വീണ്ടും പ്രഗ്നന്റ് ആയി. അൽഹംദുലില്ലാ, അതൊരു പ്രശ്നമില്ലാതെ ഇപ്പൊ 3 പോയതിന് 3 പഠിച്ചവന് വേഗം തന്നു. മാഷാ അല്ലാഹ്. അപ്പൊ ജസ്റ്റ് ഞാനൊന്ന് ഷെയർ ചെയ്തതാണ്, താങ്ക് ഗ്രാറ്റിറ്റ്യൂഡിന്റെ യു. പവർ ഒന്ന് മനസ്സിലാക്കാൻ. Yes, അതാണ് ഗ്രാറ്റിറ്റ്യൂഡിന്റെ പവർ. വെറുതെ നമ്മൾ ഇത്രയും അവയർനെസ്സിൽ ഇല്ലാണ്ട് എഴുതുന്ന പോലും അത്ര ഉണ്ടെങ്കിൽ, അപ്പൊ അവിടെ ഖദീജ റീഫ്രെയിം ചെയ്തൊരു സംഗതിയുണ്ട്. പഠിച്ചോൻ ഇത് ഇത്ര അല്ലേ തന്നുള്ളൂ എന്ന് പറയുമ്പോ ആ പെയിനിനെ എന്തോ ഒരു സംഭവമായിട്ട് മാറ്റി, അല്ലേ? ആ പെയിനിനെ വേറെന്തോ ഒരു സംഗതിയാക്കി മാറ്റിയിട്ടാണ് ഇതിലേക്ക് എൻ്റർ ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ
അങ്ങനെയുള്ള ഒരു സംഗതിയാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ. ഇത് ഗ്രാറ്റിറ്റ്യൂഡ് ഇറ്റ് ഇസ് ഓപ്പണിംഗ് ദ ഡോർ ഓഫ് മിറക്കിൾ ഇൻ അവർ ലൈഫ്. നമ്മുടെ ലൈഫിൽ മിറക്കിൾസിന്റെ ഡോർ ഓപ്പൺ ചെയ്യുന്ന ഒരു സംഗതിയാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പോൾ കൂടുതൽ അറിയേണ്ടവരും ജോയിൻ ചെയ്യേണ്ടവരും ഈ ജേണിയുടെ ഭാഗമാകണം എന്ന് ആഗ്രഹിക്കുന്നവർക്കും തന്ന നമ്പറിൽ കണക്ട് ചെയ്യാം. സോ ഇന്നത്തെ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച്. ആ ഒരു നന്ദിയോട് കൂടി ഗ്രാറ്റിറ്റ്യൂഡോട് കൂടി വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. മാം ഒരു മിനിറ്റ്. ഒരു മിനിറ്റ്. നമ്മളിപ്പോ നമ്മളൊരു ഉദ്ദേശം വെച്ചിട്ട് അങ്ങനെ ചേർന്ന് അങ്ങനെ കാര്യം നടക്കുമോ? നമ്മൾ അഡ്വാൻസ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട്. പക്ഷെ അത് നമുക്ക് പലപ്പോഴും അത് എങ്ങനെ അഡ്വാൻസ് ഗ്രാറ്റിറ്റ്യൂഡ്, നമ്മുടെ ഇന്റൻഷൻ എന്താണ്, ഇപ്പൊ ഗഫൂർക്ക പറയുമ്പോൾ തന്നെ ആ കാര്യം നടക്കുമോ എന്ന് ചോദിക്കുമ്പോൾ നടക്കാൻ വേണ്ടിയുള്ള എഴുത്തലും അതിൽ നമുക്ക് റിയൽ ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്തുകൊണ്ടുള്ള എഴുത്ത് രണ്ടും രണ്ടാ. മനസ്സിലാവുന്നുണ്ട്? അതിന്റെ കുറെ സംഗതികൾ നമ്മൾ ചില പാട്ടിനൊക്കെ സംഗതികൾ വരാന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അതേപോലെ ഈ സംഗതികൾ വരുത്തിയിട്ട് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു മാജിക് ഉണ്ട്. ഓക്കെ മാം, ഇത് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? എന്നാണ് ഇങ്ങനെ ഇത്ര ദിവസത്തിനുള്ളിൽ എന്നൊക്കെ പറയാൻ പറ്റുമോ? സെപ്റ്റംബർ 1 പുതിയ മാസം നമ്മൾ പുതിയ ഗ്രാറ്റിറ്റ്യൂഡ് ജേണിയോട് കൂടി. അപ്പൊ അതിന് മുന്നേ നിങ്ങളൊരു ഒരുക്കലാണ്. ഇന്നിപ്പോ 19 ആയിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ ഒരുപാട് ആളുകൾക്ക് ജോയിൻ ചെയ്യാനുള്ള സമയമുണ്ട്. അപ്പോൾ ഒരു മാസം നമ്മൾ ഒരു പുതുമയോട് കൂടി തന്നെ നമ്മൾ തുടങ്ങി അങ്ങ് പോവുകയാണ്, ഒരു പുതിയൊരു പ്രെയറോട് കൂടിയിട്ട്. ഓക്കെ, ഇനിയിപ്പോ ചിലപ്പോ അത്യാവശ്യം ആളുകൾ ആവുകയാണെങ്കിൽ അതിന്റെ മുമ്പേ ഉണ്ടാവില്ല. അതിന് മുമ്പ് നമുക്ക് നമ്മുടെ പാരന്റിങ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാനുണ്ട്. അത് നെക്സ്റ്റ് വീക്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് പാരന്റിങ് കോഴ്സ്. പാരന്റിങ്ങിന്റെ ഫാമിലി റിലേഷൻഷിപ്പ് ഒക്കെ ബേസ് ചെയ്തുകൊണ്ട് ഒരു കോഴ്സ്. അതുകൊണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് അത് കഴിഞ്ഞിട്ട് 1-ാം തീയതി മുതലായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇനി നിങ്ങൾ ഇതിൽ ജോയിൻ ആയാലില്ലെങ്കിലൊക്കെ നമ്മൾ ഡെയിലി വീക്ക്ലി വെബിനാറിൽ നിങ്ങൾ വരിക, അറിവുകൾ സമ്പാദിക്കുക. നിങ്ങളെയും ആ ഒരു തലത്തിലേക്ക് നമുക്ക് എല്ലാവർക്കും മാറാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയിലായിരിക്കുക. അപ്പോൾ അതോടുകൂടി ഇന്നത്തെ സെഷൻ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. എനിക്ക് ഒരുപാട് ഹാർട്ട് ഫെൽറ്റ് ഗ്രാറ്റിറ്റ്യൂഡാണ് ജോയിൻ ആയ എല്ലാവരോടും. താങ്ക് യു സോ മച്ച്. ലവ് യു ഓൾ. അസ്സലാമു അലൈക്കും. Walaikum assalam wa rahmatullahi wa barakatuh. My heartful gratitude to you also, ma'am. Thank you for this beautiful time. Thank you so much. Barakallahu feek.